ഇന്നിപ്പോൾ എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണത്തോടെയാണ് വന്നേക്കണേന്ന് അറിയാം. ഞാനും ഈ ദിവസങ്ങളിൽ ശാരീരികമായിട്ട് പല പ്രയാസങ്ങളും നേരിട്ടു. പക്ഷെ എന്നാലും നമ്മളിവിടെ കടന്നു വന്നേക്കുന്നത് നമ്മൾ ആ യേശുവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടും ആ യേശുവിൻ്റെ മഹത്വം നമ്മൾ അറിഞ്ഞതുകൊണ്ടുമാണ്. ആമേൻ. നമുക്കൊരു നിമിഷം ഈ വൈകുന്നേര സമയം നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമുക്ക് ആ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ആരാധിക്കാം. ചില പാട്ടിൻ്റെ വരികൾ പാടി നമുക്കിന്ന് യേശുവിനെ ആരാധിക്കാം. അതിനു മുമ്പായി തന്നെ ഞാൻ ആ വരികൾ സഭയായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ പാട്ടുകാരൻ പാടിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുവാൻ യേശുവേ വാ. ആമേൻ. എൻ ജീവനദിയായി എന്നുള്ളത്തിലേക്ക് യേശുവേ വാ. പിന്നെ പറയുകയാണ്, എൻ്റെ കരച്ചിലിൻ്റെ സൗണ്ട് കേൾക്കുന്നവൻ അത് യേശു മാത്രമാണ്. എൻ്റെ കണ്ണുനീർ കടന്നു പോകാത്തവൻ അത് യേശു മാത്രമാണ്. അതിനുശേഷം പാട്ടുകാരൻ ഇങ്ങനെയാണ് പാടുന്നത്: എൻ്റെ രക്ഷകൻ, അവനിൽ ഞാൻ അഭയം ചൊല്ലുന്നു. ആമേൻ. എൻ കർത്താവ് മാത്രമാണ് എൻ്റെ ആശ്രയം. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തി നമ്മുടെ ഹൃദയങ്ങളെ സമർപ്പിച്ച് ആമേൻ. ഹല്ലേലൂയ. 1 ശമൂവേൽ 1:10 ഇങ്ങനെ പറയുന്നു: ഹന്ന മനോവിഷമത്തോടെ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്: ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഏലിയാവ് അവളുടെ വായിൽ സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചിരുന്നതിനാൽ അവളുടെ അധരങ്ങൾ അനങ്ങിയതല്ലാതെ ആ ശബ്ദം കേൾപ്പാനായിരുന്നില്ല. ആമേൻ. ഇന്ന് പലപ്പോഴും നമ്മൾ കടന്നു പോകുന്ന ഓരോ വിഷമത്തിലും ഓരോ സങ്കടത്തിലും നമ്മൾ നമ്മുടെ ഹൃദയം കർത്താവിന് സമർപ്പിച്ച് നമ്മളെ തന്നെ അവൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് യേശുവിനെ ഒരു നിമിഷം നമുക്ക് ആരാധിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൻ്റെ പല മേഖലകളും അടഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ തുറക്കുവാൻ കഴിയാത്ത പല മേഖലകളും നമുക്ക് ഈ രാത്രികാലം യേശുവിൻ്റെ സന്നിധിയിൽ അവൻ്റെ മുമ്പാകെ തുറന്നിട്ട് നമുക്കൊരുമിച്ച് ചേർന്ന് പാടാം. യേശുവേ, എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കാം, കടന്നു വാ. ആമേൻ. ഹല്ലേലൂയ. ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ. എൻ ജീവനായി ഉള്ളത്തിൽ യേശുവേ വാ. ഒരിക്കൽ കൂടി: എൻ ഹൃദയത്തിൻ വാതിൽ തുറക്കാം യേശുവേ വാ. എൻ ജീവനദിയായ ഉള്ളത്തിൽ യേശുവേ വാ. എൻ്റെ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നു. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. എൻ രക്ഷകനെ, നിന്നിൽ അഭയം ചൊല്ലുന്നു. എൻ കർത്താവേ, നീ മാത്രമാശ്രയം. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ. എന്നും ജീവിക്കുന്നോ യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ. എന്നും ജീവിക്കുന്നോ യേശുവേ. ഇവിടെ ഹന്ന ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ആ ഹൃദയം നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഏലിയാവ് അവളെ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്: ഇവൾ ലഹരി പിടിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. പലപ്പോഴും നമ്മൾ ആ ദൈവസന്നിധിയിൽ ആ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ സഹോദരർ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലി
ഇവരാരും ചിലപ്പോൾ നമ്മുടെ കരച്ചിൽ കേൾക്കില്ല, ചിലപ്പോൾ ഇവരാരും നമ്മുടെ കണ്ണുനീർ പോലും നമ്മളെ കാണില്ല. പക്ഷെ ഇത് കാണുന്നൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു, യേശു മാത്രം എൻ കണ്ണുനീർ കടന്നു പോകാത്തോ, യേശു മാത്രം എൻ കരച്ചിലിൻ ശബ്ദം കേൾക്കുന്നു, യേശു മാത്രം എൻ കണ്ണുനീർ കടന്നു പോകാത്തോ, യേശു മാത്രം. ചേർന്ന് പാടാം. എന്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുന്നു, എൻ കർത്താവേ നീ മാത്രമാശ്രയം. എന്റെ രക്ഷകനെ നിന്നിൽ അഭയം ചൊല്ലുമേ, എൻ കർത്താവേ നീ മാത്രമാശ്രയം. ഓ യേശു വന്നിട്ടുണ്ട് അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥയെ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നു യേശുവേ. യേശു വന്നിട്ടുണ്ട് ഈ രാത്രികാലം. യേശു നമ്മളെ ഇന്നും ജീവിക്കുന്നു യേശുവേ. നമ്മളേത് കുഴിയിൽ താഴ്വഴി കൂടി കടന്നു പോയാലും നമ്മളെ കൈവിടാൻ ഒരു കർത്തൻ നമ്മുടെ കൂടെയുണ്ട്. വചനം ഇങ്ങനെ പറയുന്നു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ ദൈവമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. നമ്മളെ ഏത് അവസ്ഥയിൽ കൂടി കടന്നു പോയാലും, നമ്മളെ എവിടെ തളർന്ന് വീണാലും, എവിടെ ഡൗൺ ആയി പോയാലും നമ്മളെ കൈ പിടിച്ചു നിർത്തുന്ന ഒരു കർത്തൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കരച്ചിൽ കാണുന്ന, നമ്മുടെ കണ്ണുനീർ തുടക്കുന്ന ഒരു കർത്തൻ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. അവൻ എൻ്റെ ശൈലവും എൻ കോട്ടയും, അവൻ എൻ്റെ രക്ഷയും എന്നാശ്രയം. അവൻ എൻ്റെ ശൈലവും എൻ കോട്ടയും, അവൻ എൻ്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, എൻ പാറയാകുന്നവൻ, എൻ പരിചയാകുന്നവൻ, അവൻ എൻ്റെ ഉപനിധിയേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടുന്നീതാ, വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. നിഹിതം പോലെന്നെ
നടത്തണേ. പോകേണ്ട വഴി എന്നെ കാണിക്കണേ. നിൻഹിതം പോലെന്നെ നടത്തണേ. പോകേണ്ട വഴി എന്നിൽ കാണിക്കണേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. കൂരിരുളായാലും താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോരേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. അവനെൻ്റെ ശൈലവും എൻ കോട്ടയും അവനെൻ്റെ രക്ഷയും എന്നാശ്രയം. എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ. കരങ്ങൾ ഉയർത്തി എന്റെ ഉപനിധിയേ. എൻ്റെ പാറയാകുന്നവൻ എൻ പാറയാകുന്നവൻ എൻ പരിചയാകുന്നവൻ. അവൻ എന്റെ ഉപനിധിയേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. പരിശുദ്ധനേ രാജാവേ അങ്ങേ വാഴ്ത്തിയിടും നീതാ. വീരനാം ദൈവമേ അങ്ങേ നാമിച്ചിടുന്നേ. Hallelujah. Lord, we praise you, Jesus. യേശയ്യാവ് 6:1 ഇങ്ങനെ പറയുന്നു. ഉശിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആമേൻ. സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു. ആമേൻ. ഹല്ലേലൂയ. യേശുവേ മഹിമ കണ്ടു ഞാൻ എന്നേശുവിൽ. മധുരമായി ഞാൻ എന്നേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ എന്നേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. നമുക്ക് ചേർന്ന് പാടാം. മഹിമ കണ്ടു ഞാൻ എന്നേശുവിൽ. മധുരമായി ഞാൻ എന്നേശുവിൽ. സ്നേഹമറിഞ്ഞു ഞാൻ എന്നേശുവിൽ. യേശു എന്നെല്ലാം എല്ലാം. മഹിമ കണ്ടു ഞാൻ എന്നേശുവിൽ.
മധുരമായി ഞാൻ എന്നേശുവിൽ സ്നേഹമറിഞ്ഞു ഞാൻ എന്നേശുവിൽ യേശു എന്നെല്ലാം എല്ലാം നമുക്ക് ചേർന്ന് പാടാം. ആരാധിക്കും ഞാൻ ആരാധിക്കും അങ്ങേ ഞാൻ നിൻ വിശുദ്ധിയിൽ ആരാധിക്കും 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 അങ്ങേ ഞാൻ നിൻ വിശുദ്ധിയിൽ ആരാധിക്കും. നിൻ മഹത്വം ഞാൻ ആരാഞ്ഞപ്പോ നിൻ സൃഷ്ടിയെ ഞാൻ കണ്ടിടുമ്പോൾ നീ ജ്ഞാനത്തോടെ സർവവും സൃഷ്ടിച്ചു. നിൻ മഹത്വം നിൻ മഹത്വം ഞാൻ ആരാഞ്ഞപ്പോൾ നിൻ സൃഷ്ടിയെ ഞാൻ കണ്ടിടുമ്പോൾ നീ ജ്ഞാനത്തോടെ സർവവും സൃഷ്ടിച്ചു. ആരാധിക്കും ഞാൻ ആരാധിക്കും അങ്ങേ ഞാൻ നിൻ വിശുദ്ധിയിൽ ആരാധിക്കും ആരാധിക്കും ഞാൻ ആരാധിക്കും അങ്ങേ ഞാൻ നിൻ വിശുദ്ധിയിൽ ആരാധിക്കും. നിൻ സ്നേഹത്തെ ഞാൻ ആരാഞ്ഞപ്പോ നിൻ കൃഷിനെ ഞാൻ കണ്ടിടുമ്പോൾ നിൻ രക്തത്താൽ നീ എന്നെയും വീണ്ടെടുത്തു. നിൻ സ്നേഹത്തെ നിൻ സ്നേഹത്തെ ഞാൻ ആരാഞ്ഞപ്പോ നിൻ കൃഷിനെ ഞാൻ കണ്ടിടുമ്പോൾ നിൻ രക്തത്താൽ നീ എന്നെയും വീണ്ടെടുത്തു. ആരാധിക്കും ഞാൻ ആരാധിക്കും അങ്ങേ ഞാൻ നിൻ വിശുദ്ധിയിൽ ആരാധിക്കും ആരാധിക്കും ഞാൻ ആരാധിക്കും അങ്ങേ ഞാൻ നിൻ വിശുദ്ധിയിൽ ആരാധിക്കും.
നിൻ വിശുദ്ധി ഞാൻ ദോഷിച്ചപ്പോ, നിൻ സ്നേഹത്തെ ഞാൻ ആരാഞ്ഞപ്പോ, സർവവും നിൻ മുൻപിൽ നിഴലായി മാറിയിടുമ്പോ, നിൻ വിശുദ്ധി ഞാൻ ദർശിച്ചപ്പോ, നിൻ സ്നേഹത്തെ ഞാൻ ആരാഞ്ഞപ്പോ, സർവവും നിൻ മുൻപിൽ നിഴലായി മാറിയിടുമ്പോ, ഒരിക്കൽ കൂടെ ആ ദൈവത്തിന് സകല ആരാധനയും സ്തുതികളും കൊടുത്താട്ട് ആരാധിക്കും ഞാൻ, ആരാധിക്കും അങ്ങേ ഞാൻ, നിൻ വിശുദ്ധിയിൽ ആരാധിക്കും, ആരാധിക്കും ഞാൻ, ആരാധിക്കും അങ്ങേ ഞാൻ, നിൻ വിശുദ്ധിയിൽ ആരാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവ്, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും അങ്ങയുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ഇന്ന് രാത്രിയിലും ആ മാറ്റമില്ലാത്ത വചനം കേൾക്കേണ്ടതിന്, ഞങ്ങളെ യേശുവിനെ പോലെയാക്കി മാറ്റേണ്ടതിന്, ഞങ്ങളെ താഴ്മയിലും അവൻ്റെ സൗമ്യതയിലും അവൻ്റെ ദീർഘക്ഷമയിലും ദീർഘസഹനത്തിലൊക്കെ ഞങ്ങളെ പണിതെടുത്ത് കർത്താവെ അങ്ങയുടെ വരവിലേക്ക് ഒരുങ്ങുവാൻ, ആ സ്വർഗത്തിലേക്ക് ഞങ്ങളെ നിയമിക്കുവാൻ തക്കവണ്ണം അങ്ങ് ഈ പണിയാൻ പോകുന്ന വലിയ കൃപക്കായി സ്തോത്രം ചെയ്യുന്നു. കേൾക്കുന്ന വചനങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയപ്പലകയിൽ എഴുതുവാൻ, അവിടുത്തെ ഇഷ്ടം, അവിടുത്തെ ആഗ്രഹങ്ങൾ, അവിടുത്തെ ചിന്തകൾ ഞങ്ങളുടെ മനസ്സിൽ എഴുതുവാൻ സ്വയം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിലും കർത്താവെ ആ നിത്യതയോടുള്ള ബന്ധത്തിൽ, നിത്യത മുതൽ നിത്യത വരെയുള്ള അങ്ങയുടെ മനോഹരമായ ആ ചിന്തയിൽ നിന്ന് പരിശുദ്ധാത്മാവ് വീണ്ടും ഞങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന വലിയ കൃപക്കായി നന്ദി പറയുകയാണ് കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ഹൃദയം താഴ്ത്തുകയാണ് അങ്ങയുടെ മുമ്പിലേക്ക്. ഇതാ അവിടുത്തെ ആ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതാൻ പോകുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നന്ദി പറയുന്നു, ഏൽപ്പിക്കുന്നു, സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ കഴിഞ്ഞ നാളുകളേറെയായി നിത്യത മുതൽ നിത്യത വരെ എന്ന ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാവരും. വചനം പഠിക്കുന്നതിന് പിന്നിൽ രഹസ്യം എന്ന് പറയുന്നത് വചനമാണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ഏത് സാഹചര്യങ്ങളിലും നമ്മെ ഉറപ്പും ധൈര്യമുള്ളവനാക്കുന്നത് അവൻ്റെ വചനമാണ്. മറന്നു പോകരുത്. നമുക്ക് എല്ലാം നമുക്കുണ്ട്. സൽപ്രവർത്തികൾ ചെയ്യാം, നമുക്ക് മറ്റെന്തും ചെയ്യാം, മറ്റു വൻ കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിച്ച് ചെയ്യാം. പക്ഷേ വചനമാണ് നമ്മുടെ അകത്ത് വാസം ചെയ്താൽ യഥാർത്ഥമായ അതിലെ പ്രവൃത്തി ഫലം പുറത്തു വന്നിരിക്കും. അതുകൊണ്ട് വചനം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇഷ്ടങ്ങൾ മുഴുവനും, ആ വേദോസിലെ മുഴുവൻ വചനങ്ങൾ, ഒന്ന് രണ്ട് മാത്രമല്ല, അവൻ്റെ ഇഷ്ടം മുഴുവനുമായി നമ്മുടെ ഹൃദയത്തിൽ എഴുതുകയാണെങ്കിൽ നമ്മൾ അധികാരികളായിത്തീരും നമുക്ക്. അതുകൊണ്ടാണ് ഈ എൻ്റെ ഓർമ്മശിലാണെങ്കിൽ മാർക്കോസില ഇങ്ങനെ പറയുന്നുണ്ട്, ഇവൻ എവിടെ നിന്ന് കിട്ടി ഇത്ര വലിയ അധികാരം? ഇവൻ്റെ വാക്കിന്മേൽ ഭൂതങ്ങൾ പോലും വിട്ടോടിപ്പോകുന്നുവെന്ന് അവിടെ പരീശന്മാർ സദൂക്യരൊക്കെ പറയുന്നുണ്ട്. ഇവൻ എവിടെ നിന്ന് കിട്ടിയ അധികാരം? യേശുവിന് അധികാരം അവനെ അടച്ചവനുള്ള അവൻ്റെ വിശ്വാസമാണ്.
ഹല്ലേലൂയ. യേശു നല്ല ഉറപ്പുണ്ടായിരുന്നു, ഞാൻ അഴച്ചത് എന്തിനു വേണ്ടിയാണ്, എന്നെ എന്തിനാണ് അഴച്ചിരിക്കുന്നത്. അവൻ്റെ അകത്ത് ആ ദൈവഹിതം പരിപൂർണമായി ഉണ്ടായിരുന്നു. അതാണ് ധൈര്യം. നമുക്ക് ധൈര്യം കിട്ടുന്നത് അവൻ്റെ ഹിതം നമ്മൾ അറിയുമ്പോൾ, ഇഷ്ടം നമ്മൾ അറിയുമ്പോൾ, അതാണ് നമുക്ക് ധൈര്യം തരുന്നത്. ആരൊക്കെ നമ്മുടെ നേരെ ഇളകി വന്നാലും, ആരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെ ചെയ്താൽ പോലും നമ്മൾ കുലുങ്ങാതെ നിൽക്കുന്നത് ആ സത്യത്തിലുള്ള നമ്മുടെ വിശ്വാസമാണ്. അല്ലേ, അതിന് പ്രാണൻ പോകേണ്ടി വന്നേക്കാം, ഒരുപക്ഷെ നമ്മുടെ ജീവൻ നഷ്ടമാകേണ്ടി വന്നേക്കാം, നമ്മുടെ സമ്പത്തോ നമ്മുടെ ജോലിയോ നമ്മുടെ പേരോ പെരുമയോ നമ്മുടെ ഈ ആയുസ്സിലെ സകൽ നഷ്ടമായി വേണ്ടി വന്നേക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുവെങ്കിൽ തീർച്ചയായും സ്വർഗത്തിൽ വലിയവനായി നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മൾ നിത്യത മുതൽ നിത്യത വരെ എന്ന ക്ലാസ്സൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത്, ദൈവം ഏകനായ ദൈവത്തിൻ്റെ ഹൃദയത്തിലൊരു സ്വപ്നമുണ്ടായി, അവന് ഒരുപറ്റ പുത്രന്മാർ വേണം അവന്. അതിനുവേണ്ടി ദൈവം ആദ്യം സൃഷ്ടിച്ചത് ദൂതന്മാരെയാണ് നമ്മൾ കണ്ടു. തുടർന്ന് കോടിക്കണക്കിന് നക്ഷത്ര സമൂഹങ്ങളെ സൃഷ്ടിച്ചു എന്നും നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ പഠിച്ചു. അതിനിടയിൽ ഭൂമിക്ക് വൃത്തം വരച്ചിട്ട് ദൈവം മനുഷ്യന് വാസം ചെയ്യാൻ ഭൂമിയെ ഏൽപ്പിച്ചു കൊടുത്തു നമ്മൾ കണ്ടു. ആ സമയത്തിനിടയിലാണ് പിശാച് എന്ന് പറയുന്ന കെരൂബ് എന്ന് പറയുന്ന ആ വ്യക്തി താഴേക്ക് വീഴുകയും ഭൂമിയെ തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്തു. ആ ലൂസിഫർ അല്ലെങ്കിൽ ആ കെരൂബിന് വേണ്ടിയായിരുന്നു ദൈവം നരകം സൃഷ്ടിച്ചതെന്നും കഴിഞ്ഞ നാളുകളിൽ നമ്മൾ പഠിച്ചു. തുടർന്ന് ദൈവം ഭൂമിയെ വീണ്ടും പുതുക്കി പണിത ശേഷം ഈ കാണുന്ന ഭൂമിയിൽ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയെന്നും ആ മനുഷ്യനെ ജീവിക്കുവാൻ ഏദൻ തോട്ടത്തിൽ വെച്ചുവെന്നും നമ്മൾ കണ്ടായിരുന്നു. ഹല്ലേലൂയ. തുടർന്ന് ദൈവം ആ തലമുറയൊക്കെ നശിച്ച് പാപത്തിൽ വീണ് നോഹിലൂടെയൊക്കെ കറങ്ങി വന്ന് അബ്രഹാമിലൂടെ വീണ്ടും തൻ്റെ പ്രവർത്തികൾ റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. പക്ഷേ അബ്രഹാമിലൂടെ ഒരു തലമുറയെ വാർത്തെടുത്തു എങ്കിൽ പോലും അബ്രഹാമിലൂടെ ദൈവത്തിൻ്റെ ഹിതവും മനസ്സും അവൻ്റെ ദൈവത്തെയും ദൈവത്തിൻ്റെ പൗരോഹിത്യത്തെയും ആലയത്തെയും അല്ലേ ഉത്സവത്തെയും യാഗത്തെയൊക്കെ ദൈവത്തിൻ്റെ സകലതും ദൈവം ഇസ്രായേൽ മക്കൾക്ക് പകർന്നു കൊടുത്തുവെങ്കിലും അവർ വഴിയാത്രകളിൽ താഴെ വീഴുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ യേശുക്രിസ്തുവിലൂടെ വീണ്ടും ദൈവം തൻ്റെ പദ്ധതികൾ വീണ്ടും പുതുക്കി റീസ്റ്റാർട്ട് ചെയ്യുക ദൈവം അല്ലേ. ആ യേശുവിലൂടെ ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ച് മാറ്റി പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മെ രക്ഷിച്ച് ഒരു വിശുദ്ധ സഭയാക്കി ദൈവം ഭൂമി നിർത്തിയിരിക്കുക. അതിനുശേഷം ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് അവൻ്റെ വരവാണെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. വരവിന് ശേഷം രണ്ട് കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിച്ചായിരുന്നു. ഒന്ന്, കൈവിടപ്പെട്ടു പോയ ഇസ്രായേൽ മക്കളുള്ള കൈവിടപ്പെട്ടു പോയ സഭയുടെ ശേഷിപ്പുള്ളവരോടുള്ള ബന്ധത്തിലും. രണ്ട്, ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രായേലുള്ള ബന്ധത്തിൽ. രണ്ട് കാര്യങ്ങളാണ് ആ 7 വർഷ പീഡനകാലത്ത് സംഭവിക്കാൻ പോകുന്നത്. രണ്ട് സൈഡാണ് അല്ലേ, മറന്നു പോകരുത്. നിത്യതയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇന്നലെ രാത്രിയും നമ്മുടെ സജീവൻ ബ്രദറിൻ്റെ വീട്ടിലും നമ്മുടെ ധനുഷ് ബ്രദർ അങ്ങനെ സംസാരിച്ചത്. നിത്യതയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് അല്ലേ. ആ വാസസ്ഥലങ്ങളിൽ ഒരുപാട് വ്യത്യസ്തമായ കാറ്റഗറിക്കാർ അവിടെയുണ്ട്. അതിൽ ഒന്ന്, കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്ന ഒരു കൂട്ടം വിശുദ്ധന്മാർ. അതിനുശേഷം കൈവിടപ്പെട്ടു പോകുന്ന കൂട്ടത്തിൽ നിന്ന് ചേർത്തെടുക്കുന്ന വേറൊരു കൂട്ടം ജനങ്ങൾ. ഇങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ ഗ്രൂപ്പുകാർ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ അതിനെക്കുറിച്ച് അല്പമായി ചിന്തിച്ചു. അതിനെക്കുറിച്ച് വീണ്ടും ഒന്നുകൂടി ഇത് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. അതിനുശേഷം നമ്മൾ കണ്ടത് ഒന്നാമത്തെ 3.5 വർഷക്കാല പകുതിയിലും രണ്ടാമത്തെ 3.5 വർഷക്കാല പകുതിയിലും ഇസ്രായേലുള്ള ബന്ധത്തിൽ ദൈവം എന്തു ചെയ്യുന്നു എന്നാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചിന്തിച്ചത് അല്ലേ. അപ്പോൾ കർത്താവ് തൻ്റെ വിശുദ്ധ മണവാട്ടിയെ ചേർത്തുകൊണ്ട് പോയ ശേഷം അവിടെ ഭൂമിയുടെ മുഴുവൻ അധികാരങ്ങളും പിശാച് എന്ന് പറയുന്ന അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന് പറയുന്ന ഒരു മനുഷ്യന് കൈമാറ്റപ്പെടാൻ പോകുന്നു നമ്മൾക്ക് ചിന്തിച്ചായിരുന്നു. അവൻ കടന്നു വരുമ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് യഹൂദനുമായിട്ടുള്ള ആ കൂട്ടുകെട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെയാണ് വെള്ളക്കുതിരപ്പുറത്ത് സമാധാനം പറഞ്ഞുകൊണ്ട് വരുന്നതിനെ കുറിച്ച് വെളിപ്പാട് പുസ്തകം അതിന് 6-ാം അധ്യായം മുതൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ അവർ ആദ്യം ചെയ്യുന്നത്, ഇസ്രായേലുള്ള ബന്ധത്തിൽ ആദ്യം ചെയ്യുന്നത് അവിടെ അവർക്കൊരു ആലയം, മൂന്നാമത്തെ ആലയം പണിയുന്നു എന്നതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾക്കൊക്കെ മുമ്പേ പഠിച്ചത് അല്ലേ. യഹൂദന് ഇനി പണിയാൻ പോകുന്ന ആലയം, എതിർക്രിസ്തുവായിട്ട് ചേർന്ന് പണിയാൻ പോകുന്ന ആലയം, അതിൽ പ്രാകാരം ഉണ്ടായിരിക്കുകയില്ല എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു അല്ലേ. അവിടെ പറയുന്നു, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക്, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവിടെയാണ് ഇപ്പോൾ ഡോം ഓഫ് ദ റോക്ക്, മുസ്ലിങ്ങളുടെ മൂന്നാമത്തെ പുണ്യഭൂമിയായ ആലയമായ ഡോം ഓഫ് ദ റോക്ക് ഇരിക്കുന്നത്. ഈ പടത്തിൽ കാണാൻ കഴിയും. ഇപ്പോൾ യഹൂദന്റെ ആലയത്തിന്റെ പ്രാകാരം ഇരിക്കുന്ന സ്ഥലത്തായിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഭൂമിയിലെ ഒരു മനുഷ്യനായി പിറന്ന ഒരുത്തിനും കഴിയത്തില്ല ഈ പ്രശ്നം പരിഹരിക്കുക. കാരണം ഒന്നില്ലെങ്കിൽ ഈ മുസ്ലിങ്ങളുടെ ടെമ്പിൾ അടിച്ച് നടപ്പാക്കണം. ലോകത്തിൽ അത് ഭൂമി കത്തിച്ചാമ്പലായി പോകും അങ്ങനെ സംഭവിച്ചാൽ.
രണ്ടാമത് ഇസ്രായേൽ തുടച്ചു നീക്കണം. അത് സമ്മതിക്കത്തില്ല. അവരുടെ ന്യൂക്ലിയർ ബോംബുകളുണ്ട്, നമുക്കറിയാം ലോകത്തിൽ. അതുകൊണ്ട് ലോകത്തിൽ ഒട്ടനവധി ഈ എന്താ പറയുക സമാധാന ഉടമ്പടികൾ, എത്രയോ ഈ G8 G10 എന്നൊക്കെ പറഞ്ഞ ഒട്ടനവധി സമാധാന ഉടമ്പടികളെ കുറിച്ച് നമുക്ക് വേദോസമല്ല, നമുക്ക് ഹിസ്റ്ററി പഠിക്കുമ്പോൾ കാണാൻ കഴിയും. ഇതൊക്കെ ഒരുപാട് സംഭവിച്ചതാ. പക്ഷേ ആർക്കും പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ലോകത്തിലെ ഏറ്റവും എന്താ പറയുക മോശമായ ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം. ഒരുത്തനും അമേരിക്കൻ പ്രസിഡന്റ് പോലും അമേരിക്ക പോലും എത്രയോ പ്രാവശ്യം വീറ്റോ ചെയ്ത് പുറത്തുപോയി. കാരണം അവർക്ക് ഇസ്രായേൽ ഇല്ലാതെ അവർക്ക് നിൽക്കാൻ കഴിയത്തില്ല. അവർക്ക് 60% ഈ അമേരിക്കയിലെ 60% ആൾക്കാരും ഇസ്രായേൽ മക്കളാണ്. അതിൽ അവരുടെ ബാങ്കുകൾ മുഴുവൻ, നല്ലൊരു ശതമാനം ബാങ്കുകൾ മുഴുവനും ഇസ്രായേൽ മക്കളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. കോടിക്കണക്കിന് സ്വത്തുക്കൾ. അവരാണ് അത്ര ബ്രെയിനാണ് അവരുടേത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇസ്രായേൽ, അതുകൊണ്ടാണ് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചു കാണും, വലിയ സാത്താനും ചെറിയ സാത്താനും എന്ന ലോകക്കാർ അവരിട്ടിരിക്കുന്ന പേര്. വലിയ സാത്താൻ അമേരിക്കയും ചെറിയ സാത്താൻ ഇസ്രായേൽ എന്നാണ് ലോകക്കാർ വിളിച്ചിരിക്കുന്നത്. എന്തുമാകട്ടെ, പലപ്പോഴും ഈ അമേരിക്ക പോലും ഇസ്രായേലിന് കൂട്ടുനിൽക്കാൻ കഴിയാതെ അവരുടെ മീറ്റിങ്ങിൽ നിന്ന് അവർ വീറ്റോ ചെയ്ത് പോകും പുള്ളി, അമേരിക്കൻ പ്രസിഡന്റ്. കാരണം മറുപടി പറയാൻ പറ്റത്തില്ല. കാരണം അവർ രണ്ട് സൈഡ് നിൽക്കുന്ന ആൾക്കാർ അമേരിക്ക. എന്തുമാകട്ടെ, ആർക്കും കഴിയാത്തൊരു പ്രശ്നമാണ് ഇപ്പോൾ പരിഹരിക്കപ്പെടാൻ പോകുന്നത്. അത് വേറെ ആരുമല്ല, എതിർക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ അത് പരിഹരിക്കപ്പെടാൻ പോവുകയാണ്. അതിലാണ് കുതിരപ്പുറത്ത് കടന്നു വരുന്ന എതിർക്രിസ്തുവിനെ കുറിച്ച് 6-ാം അധ്യായം വെളിപ്പാട് ദിവസം പഠിപ്പിക്കുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ 4 കുതിരകളെക്കുറിച്ചൊക്കെ നമുക്ക് അല്ലേ, വെള്ളക്കുതിര, ചുവന്ന കുതിര, മഞ്ഞളിച്ച ശവത്തിൻ്റെ കളറുള്ള കുതിരയെക്കുറിച്ച്, വ്യത്യസ്തമായ കുതിരയെക്കുറിച്ച് 4 കുതിരയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അത് ആദ്യത്തെ 3.5 വർഷക്കാലം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും പഠിക്കാം. അതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ ഒറ്റ കാര്യമേ ഉള്ളൂ. അതിൽ സംഭവിക്കാൻ പോകുന്നത് എതിർക്രിസ്തുവിലൂടെയാണ്. ദൈവം അനുവദിച്ചിട്ട്, അത് വേറെ കാര്യം, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്, അത് നമ്മുടെ ആരുടെയും ജ്ഞാനമല്ല, അന്തിക്രിസ്തുവിൻ്റെയും ജ്ഞാനമല്ല. ദൈവം അവന് ബുദ്ധി കൊടുക്കുക, അല്ലെങ്കിൽ ദൈവം അവനെ അനുവദിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ അതേക്കുറിച്ച് പഠിച്ചതാണല്ലേ. അങ്ങനെ ഇസ്രായേൽ മക്കളോട് ബന്ധത്തിൽ ആദ്യത്തെ 3.5 വർഷക്കാലം അവർ ആലയം പണിത് അവർ സുഗമമായി നടക്കുമ്പോഴാണ് 3.5 വർഷം കഴിയുമ്പോൾ എതിർക്രിസ്തു അവരുടെ ആലയത്തിൽ കയറിയിരുന്നിട്ട് പറയും, എന്നെ നമസ്കരിക്കുവാൻ. ഇതിൻ്റെ നിഴലുകളെ കുറിച്ചൊക്കെ പഴയ നിയമത്തിൽ ഒരുപാട്, അന്ത്യോക്യോസ് എപ്പിഫാനസിനെ കുറിച്ചൊക്കെ ഹിസ്റ്ററിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്പമായിട്ടാണെങ്കിലും നമ്മൾ ചിന്തിച്ചു. ആ സമയത്താണ് 3.5 വർഷത്തിൻ്റെ മധ്യത്തിൽ കർത്താവ് വീണ്ടും തൻ്റെ ഒരു കൂട്ടം ജനത്തെ ചേർപ്പാൻ വരും. അതാരാണെന്നറിയാമോ? അറിയട്ടെ. ആദ്യത്തെ 3.5 വർഷം കഴിയുമ്പോൾ ഇസ്രായേലും എതിർക്രിസ്തുമായി ആദ്യത്തെ 3.5 വർഷക്കാലം ഉടമ്പടി വെച്ച് അവരെ ആലയം പണി പൂർത്തിയാക്കി അവർ നല്ലവണ്ണം ജീവിച്ചു പോകുമ്പോഴാണ് എതിർക്രിസ്തു 3.5 വർഷമാകുമ്പോൾ അവരുടെ ആലയത്തിൽ കയറി എന്നിട്ട് പറയും, ഞങ്ങൾ നമസ്കരിക്കുക എന്ന് പറയും. ആ സമയത്തിന്, ആ സെക്കൻഡിലാണ് എന്താ പറയുക, അനുതാപത്തിൻ്റെയും മാനസാന്തരത്തേക്ക് ആത്മാവിനെ ദൈവം അഴച്ചിട്ട് അവർ കുത്തിയമങ്കിലേക്ക് നോക്കുന്നത് അല്ലേ. അപ്പോൾ കർത്താവ് വീണ്ടും വരുന്നുണ്ട്. ആരെ ചേർപ്പാൻ വേണ്ടിയാ? കൈവിടപ്പെട്ടുപോയി രക്തസാക്ഷികളായി തീർന്ന ഗ്രൂപ്പുകാര്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? മറന്നുപോയല്ലേ? മറന്നുപോകരുത്. എല്ലാം തമ്മിൽ ഇണങ്ങിക്കിടക്കുകയാണ്. എല്ലാവരും വിചാരിക്കുന്നത് കർത്താവ് ഒറ്റ വരവേ വരത്തുള്ളൂ എന്നാ. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് സഭയുടെ നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു വിശ്വാസകുളത്തിലൊരു തെറ്റായ ധാരണയുണ്ട്. കർത്താവ് വരുമ്പോൾ എല്ലാവരും കർത്താവിനോട് എടുക്കപ്പെടുമെന്നാ. പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് സഭക്കകത്ത് ആത്മീയനുണ്ട്, ജഡികന്മാരുണ്ട്, രക്ഷിക്കപ്പെട്ടുവെന്ന് മനസ്സിൽ തോന്നുന്ന പ്രാകൃത മനുഷ്യരുമുണ്ട്. അവരുടെ മനസ്സ് പറയും രക്ഷിക്കപ്പെട്ടു എന്നല്ലേ. പക്ഷേ രക്ഷിക്കപ്പെടാത്ത, ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാവുന്നു, രക്ഷിക്കപ്പെട്ടു എന്ന് അവർക്ക് തോന്നുന്ന പ്രാകൃത മനുഷ്യൻ പോലും അത്ഭുതവും അടയാളവും കൊണ്ട് വധിരിക്കുന്ന എത്രയോ ആൾക്കാർ സഭക്കകത്തുള്ളതെന്ന് അറിയാമോ? അപ്പം അതുകൊണ്ട് സഭയിൽ നിന്ന് ഒരു ശേഷിപ്പിനെ കൊണ്ടുപോകരുത് കർത്താവ്. അതിൻ്റെ പേരാ ജയാളികൾ, മണവാട്ടി, കാന്ത എന്നൊക്കെ പറയുന്ന വ്യത്യസ്തമായ പേരുകൾ അറിയപ്പെടുന്ന, അതിനെല്ലാം അർത്ഥങ്ങളുണ്ട്. ഓരോന്നിനും അതിൻ്റെ ക്വാളിറ്റിയുമുണ്ട്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഒരു ജയാളി അതെന്താണെന്നുള്ള കാര്യം വേറെതാണ്. അതറിച്ചാലേ അത് നമ്മുടെ ക്വാളിറ്റിയാണ്. 2 മണവാട്ടി, അവൾ എങ്ങനെയായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചാലേ മണവാട്ടിയെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ. കാന്ത ആരായിരിക്കും, എങ്ങനെയിരിക്കും കാന്ത എന്ന് അറിഞ്ഞാൽ മാത്രമേ ആ ക്വാളിറ്റി നമുക്ക് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വിശ്വാസം എല്ലാത്തും വിട്ടുപോകുകയാണ്. അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ 3.5 വർഷത്തിൻ്റെ പകുതിയാകുമ്പോൾ അവരുടെ ആലയത്തിലേക്ക് എതിർക്രിസ്തു കയറി ഇരുന്നിട്ട് പറയും, ഞങ്ങൾ നമസ്കരിക്കുക എന്ന്. ആ സമയത്താണ്
ദൈവം അവർക്ക് അനുതാപത്തിന്റെ ആത്മാവിനെ അഴച്ചു കൊടുത്ത് പ്രവാചകന്മാർ പറഞ്ഞ അല്ലേ, വേറൊരു പേരാ, അനുതാപത്തിന്റെ മാത്രമല്ല ഒരു പേരുണ്ട്, യാചന, ഇതിന്റെ കൃപയുടെ ഈ യാചന, നല്ല വാക്കതാ, അതാ കറക്റ്റ് വാക്ക്. കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകർന്നു കൊടുക്കുമ്പോഴാണ് കുത്തിയവങ്കിലേക്ക് നോക്കുന്നത്. അവർ കുത്തിയവങ്കിലേക്ക് നോക്കുകയാണ്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് കർത്താവിനെ കാണും. അവര് 1,40,000 പേർ എണ്ണപ്പെട്ട, കറക്റ്റായിട്ട് എണ്ണപ്പെട്ട ആൾക്കാർ, അവർക്ക് യാചനയുടെയും കൃപയുടെയും ദൈവാത്മാവിനെ പകർന്നു കൊടുത്ത് അവരെ കർത്താവ് മുദ്രയിട്ടു. 1,40,000 പേർ 12,000 വെച്ചിട്ട് 12 ഗോത്രങ്ങളിൽ മുദ്രയിട്ട് വേർതിരിച്ചു മാറ്റും എന്ന കാര്യം മറന്നു പോകരുത്. അവരാണ് 1000 ആണ്ടിലേക്ക് ഇതേ ശരീരത്തിൽ കടക്കാൻ പോകുന്നത്. വീട് ശ്രദ്ധിക്കണം, എൻ്റെ വാക്ക് ശ്രദ്ധിക്കണം. അവരാണ് 1000 ആണ്ടിലേക്ക് ഇതേ ശരീരത്തിൽ, ഫ്ലഷിൽ, ഇതുപോലെ മാംസത്തിൽ, മനസ്സിലാവുന്നുണ്ടോ? 1000 ആണ്ടിലേക്ക് കടക്കുന്ന വ്യക്തികൾ അവരാണ്. ക്ലിയർ ആണല്ലോ? അവരോട് കൂടെ ജാതികളായ എണ്ണപ്പെട്ട, നമുക്കറിയാം, കഴിഞ്ഞ ദിവസം പഠിച്ചതാ, എണ്ണപ്പെട്ടവർ അവരുടെ തൊങ്ങലിൽ പിടിച്ചുകൊണ്ട് ഒരു യഹൂദന്റെ തൊങ്ങലിൽ 10 ജാതികൾ വെച്ച് അവരും 1000 ആണ്ടിലേക്ക് കടക്കും. എങ്ങനെയാ കടക്കുന്നത്? രൂപാന്തരപ്പെട്ട ശരീരത്തിലല്ല, പിന്നെ എങ്ങനെയാ? ഇതേ ശരീരത്തിൽ, ഇതേ ഫ്ലഷിൽ അവർ 1000 ആണ്ടിലേക്ക് കടന്ന് അവർ വലിയ സമൂഹമായി മാറ്റപ്പെടും. നമുക്കറിയാം. ഹല്ലേലൂയ. ഓക്കെ, അത് പിന്നെ നമുക്ക് പിന്നീട് എപ്പോഴും ചോദിക്കാം അതിനെ കുറിച്ചൊക്കെ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ആദ്യത്തെ 3.5 വർഷം ആവുമ്പോഴാണ് ഇസ്ലാം മക്കളുടെ ബുദ്ധി തെളിയുന്നത്. അതുകൊണ്ട് നിങ്ങളറിയാമോ, ഈ 3.5 വർഷം, ഈ ആദ്യത്തെ 3.5 വർഷം എതിർ ക്രിസ്തുവോട് ചേർന്ന് ആലയം പണിത് സമാധാനത്തിൽ ജീവിക്കുമ്പോൾ, അവൻ ആലയത്തിൽ കയറിയത് പറയും, എന്നെ നമസ്കരിക്കാൻ പറയുമ്പോൾ നിങ്ങൾ അറിയണം, ആ സമയത്താണ് അവർക്ക് മാനസാന്തരം ഉണ്ടാകുന്നത്. പക്ഷേ അവർ പണിയപ്പെട്ടിട്ടില്ല. പണിയപ്പെട്ടോ? ഇപ്പോഴും ഈ ഇസ്രായേലിൽ 50% യഹൂദന്മാരും ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരാ. എന്നെ വാക്ക് ശ്രദ്ധിക്കണം, നിങ്ങൾ ഹിസ്റ്ററി പഠിച്ചാൽ മതി. നിങ്ങൾ 50% യഹൂദന്മാരും ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരെ ഇന്ന് വളരെ ചുരുക്കം പേർ മാത്രം, അല്ലേ, അവരവരെ തോറ അനുസരിക്കുന്നവരാ. യഹൂദന്മാരുടെ തോറ, അതിൽ എണ്ണാൻ പോലും അത്ര വിരൽ പോലും വേണ്ട, അത്രയും ചെറിയൊരു ഗ്രൂപ്പ് മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതാണല്ലേ, യഹൂദനെ കുറിച്ച് നമ്മൾ ഒരു റബ്ബിയെ കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. അദ്ദേഹത്തിലൂടെയാണ് ഇസ്ലാം മക്കൾക്ക് ഒരു ഉണർവിലേക്ക് കൊണ്ടുവന്നതിനെ കുറിച്ച് കഴിഞ്ഞ 2-3 ആഴ്ച മുതൽ 3-4 ആഴ്ച മുതൽ പഠിച്ചത് അതിനെക്കുറിച്ച്. എന്തുമാകട്ടെ, ഇങ്ങനെ 1,40,000 പേരെ കർത്താവ് ആ 3.5 വർഷത്തിന്റെ മധ്യത്തിൽ മുദ്രയിട്ട് വേർതിരിക്കുമ്പോൾ ഇനി കർത്താവിന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇവരതിന് പണിയണം. ഇപ്പൊ നമ്മളെ പണിതുകൊണ്ടിരിക്കുക കർത്താവ്, അല്ലേ? നമ്മൾ ലോകത്ത് നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയായി, പക്ഷേ ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുക. എന്തോ നമ്മള് അവന്റെ മണവാട്ടിയായി, അവന്റെ മക്കളായി പണിതുകൊണ്ടിരിക്കുക. അതുപോലെ ഇവർ മാനസാന്തരപ്പെട്ടത് മാത്രമേ ഉള്ളൂ. കൃപയുടെയും യാചനയുടെയും ആത്മാവിന് ദൈവം കൊടുക്കുമ്പോൾ ഇവർ മാനസാന്തരപ്പെട്ടേ ഉള്ളൂ. പക്ഷെ പണിയപ്പെടേണ്ട ഇവര്. ആ പണിയപ്പെടുവാൻ ദൈവം കൊടുത്ത ഒരു ചെറിയൊരു കാലപരിധിയാണ് 3.5 വർഷക്കാലം. ആ കാലം ചുരുങ്ങാതിരുന്നാൽ ഒരു ജഡവും രക്ഷിക്കപ്പെടുകയില്ല എന്നാണ് വേദപുസ്തകമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. വായിച്ചിട്ടുണ്ടാവില്ലേ? അതിനെക്കുറിച്ച് ഒന്നും നമ്മുടെ വിഷയത്തിൽ മാത്രം ഒതുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കണമേ, ആ 3.5 വർഷക്കാലമാണ് അവരുടെ പണിയുന്ന കാലം. അതുകൊണ്ടാണ് പഴയ നിയമം വായിക്കുന്നവർക്ക് പ്രവചന പുസ്തകത്തിൽ ഒരു വാക്യം എടുത്തു പഠിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ഈ 7 വർഷ പീഡനകാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ 2ാമത്തെ വർഷത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ആ 2ാമത്തെ 3 വർഷത്തെ കാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് യഹോവയുടെ പ്രതികാലകാലം. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതിൽ പല വാക്കുകളുണ്ട്. അവന്റെ ക്രോധ ദിവസം, പല പേരുകളിലാണ് അടുത്ത 3.5 വർഷക്കാലം സംഭവിക്കാൻ പോകുന്ന ആ 3.5 വർഷത്തിലും ദൈവം പറയുന്ന പല പേരുകളാണ്. യഹോവയുടെ പ്രതികാലകാലം, അവന്റെ ക്രോധ ദിവസം, അല്ലെ, പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. അതിൽ ഒരു പേര് വളരെ ശ്രദ്ധേയമായ പേരാണ് യാക്കോബിന്റെ കഷ്ടകാലം. വായിച്ചിട്ടുണ്ട് നിങ്ങൾ? എന്തുകൊണ്ടാണ് ആ പേര് പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ ദൈവം കൃത്യമായി എഴുതി വിടാൻ? പരിശുദ്ധാത്മാവ് വെറുതെ ഒന്നും അല്ല വചനത്തിൽ. ഓരോ വാക്കിനും വള്ളിക്കും പുള്ളിക്കിനും ഫുൾ സ്റ്റോപ്പിന് പോലും അർത്ഥങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ആ ദിവസത്തിന് യാക്കോബിന്റെ കഷ്ടകാലമെന്ന് ദൈവം ഇടാൻ കാരണം? അവരിൽ തന്നെ കൈവിടപ്പെട്ടു പോകുന്ന ഒട്ടനവധി യഹൂദന്മാരുണ്ട്. അതിൽ വളരെ എണ്ണപ്പെട്ട ആൾക്കാർ മാത്രം, 12 ഗോത്രങ്ങളിൽ നിന്ന് 12,000 പേര് വെച്ചല്ലേ, 1,40,000 പേർ മാത്രമേ രക്ഷ പ്രാപിക്കത്തുള്ളൂ. ബാക്കിയെല്ലാം നശിച്ചു പോകും. നോക്കി, ആ കാലത്തിൽ ദൈവം യാക്കോബിന്റെ കഷ്ടകാലം എന്ന് പറയാൻ കാരണം എന്നറിയാമോ?
ഇവർക്ക് 3.5 വർഷക്കാലത്തെ നടുവിലാണ് ഇവർക്ക് സുബോധം വരുന്നത്. ഇവർ കുത്തിയമംഗലേക്ക് നോക്കുന്നത് എപ്പോഴാ? 3.5 വർഷത്തിലെ പകുതിയിൽ വെച്ച. അപ്പോൾ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ ദൈവം പകർന്നു കൊടുത്ത് അവരെ മുദ്രയിട്ട് വേർതിരിച്ച് മാറ്റുന്നു. പക്ഷേ ഇവർ പണിയപ്പെട്ടിട്ടില്ല. പാപം ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. കാരണം ദൈവ കുഞ്ഞുങ്ങളാണെങ്കിൽ പാപത്തിൽ എന്തുണ്ട്? ശിക്ഷയുണ്ട്, ശിക്ഷണമുണ്ട്. ജാതികൾക്ക് ശിക്ഷയില്ല. പാപം ചെയ്താൽ ജാതികൾക്ക് എന്തില്ല? ശിക്ഷയില്ല. കാരണം അവരുടെ ശിക്ഷാവിധി ഇവിടെ വെച്ചല്ല, അവിടെ വെച്ച. മരിച്ച ശേഷം ഈ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 30, 31, 32 വാക്യം വായിക്കുമ്പോൾ ജാതികളോടുകൂടി ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നിങ്ങൾ നിങ്ങളെ തന്നെ ഇല്ല വായിച്ചിട്ടില്ലേ? അപ്പൊ ജാതികളുടെ ശിക്ഷാവിധി, അവരുടെ പാപം ചെയ്താൽ അവരുടെ ശിക്ഷാവിധി ഇവിടെ വെച്ചിട്ടല്ല. അവരുടെ ശിക്ഷാവിധി അവർ മരിച്ച് ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് അവരെ ശിക്ഷാവിധി നടക്കുന്നത്. എന്നാൽ ദൈവകുഞ്ഞുങ്ങളായ നമുക്ക് ശിക്ഷാവിധി ഉണ്ടായിരുന്നു. ആ ശിക്ഷാവിധി നമുക്ക് പകരക്കാരനായി ക്രിസ്തു അനുഭവിച്ചു. നമുക്ക് ശിക്ഷാവിധിയില്ല. പക്ഷേ ഇന്ന് ദൈവകുഞ്ഞുങ്ങളായിരിക്കെ, നമ്മുടെ വിശ്വാസം കേട്ടോ, എന്നാൽ ഒരു വാക്ക് പറഞ്ഞു പോകുകയാണ്. നമ്മൾ ദൈവകുഞ്ഞുങ്ങളായിരിക്കെ നമ്മൾ ഇന്ന് പാപം ചെയ്താൽ ആരും വിചാരിച്ചേക്കരുത് നമ്മൾ മാനസാന്തരപ്പെട്ടാൽ ദൈവമെല്ലാം ഇനി കഴുകിക്കളയ വേറെ കാര്യം, ദൈവമെല്ലാം മറന്നു കളഞ്ഞു. ഒരിക്കലുമല്ല. നമ്മൾ തെറ്റ് ചെയ്താൽ ദൈവം നമ്മെ ശിക്ഷിച്ച് നേരെയാക്കും. കാരണം നമ്മൾക്ക് മാനസാന്തരം വന്നത് ശരിയാ, അല്ലെങ്കിൽ അനുതാപം വന്നത് ശരിയാ. പക്ഷേ നമ്മളെ നിർമ്മലീകരിക്കേണ്ടതിന്, നമ്മളെ പാപത്തിന് ശക്തിയിൽ നിന്ന് നമ്മളെ വേർതിരിക്കേണ്ടതിന് ആ ചെറിയ കഷ്ടതയിലൂടെ, ബാലശിക്ഷയിലൂടെ ദൈവം നമ്മെ കടത്തിവിടും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ എന്ന് എനിക്കറിയത്തില്ല. എത്ര പേർക്ക് ഉൾക്കൊണ്ടെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് അനുവദിച്ചാൽ പാപം അത് വലിയൊരു ആഴമായ വിഷയമാണ്. നമ്മൾ അതിനെക്കുറിച്ച് കർത്താവ് തന്നാൽ നമുക്ക് വരുന്ന ദിവസം പഠിക്കാൻ കഴിയും നമുക്ക് അതിനെക്കുറിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് ശിക്ഷാവിധിയുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ശിക്ഷാവിധി നമ്മൾ ചുമക്കണ്ട, നമുക്ക് പകരക്കാരനായി ഒരുവൻ ചുമന്നു. ഇവിടെ സംശയമൊന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? മറുസൈഡിൽ പറയുന്നു ജാതികൾക്ക് ഇന്ന് ശിക്ഷാവിധിയില്ല, അവർ മരിച്ചവിടെ ചെല്ലുമ്പോൾ അവരെ ശിക്ഷ വിധിച്ച് നരകത്തിലേക്ക് തള്ളിയിടും ദൈവം. എന്നാൽ നമ്മൾ ക്രിസ്ത്യാനികളായി ദൈവകുഞ്ഞുങ്ങളായി നാം ഇന്ന് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചേക്കാം, പാപങ്ങളൊക്കെ വന്നേക്കാം, മനഃപൂർവ്വം ചെയ്തേക്കാം, അറിയാതെ വീണു പോയേക്കാം, എന്തുവാകട്ടെ. പക്ഷേ പാപം തന്നെയാണ്. തെറ്റുണ്ട്, അതിന് ശിക്ഷയുണ്ടോ? ശിക്ഷയുണ്ട്. കാരണം അതിൻ്റെ പേരാ ദൈവം നമ്മെ ഇന്ന് ബാലശിക്ഷ നൽകുന്നത്. നമുക്കിവിടെ കിട്ടുന്നില്ലെങ്കിൽ ഓർത്താ മതി, നമ്മൾ ഇന്നും അവൻ്റെ മക്കൾ ആയിട്ടില്ല, വീണ്ടും ജനിച്ചിട്ടില്ല. നമ്മൾ ദൈവം നമ്മെ ഇന്ന് ബാലശിക്ഷയിലൂടെ കടത്തിവിട്ട് നമ്മളെ ശുദ്ധീകരിക്കുന്നില്ല. നമ്മുടെ വിഷയതല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുക മാത്രമാണ്. ഇന്ന് ശുദ്ധീകരിക്കുന്നില്ലെങ്കിൽ ഓർത്താ മതി, നമ്മൾ കൗളിടയന്മാരത്രേ എന്നാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. വ്യഭിചാരത്തിൽ ജനിച്ച സന്തതികൾ. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മെ ഇന്ന് ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ദൈവം മുദ്രയിട്ട ശേഷം ആ ഇസ്രായേൽ മക്കളെ, ആ കുറിപ്പിട്ടില്ലെങ്കിൽ ആ 1,44,000 പേരെ ദൈവം മുദ്രയിട്ട ശേഷം അവരെ അടുത്ത 3.5 വർഷത്തിലേക്ക് ദൈവം കടത്തിവിടുകയാണ്. എവിടെയാ? ഈ ലോകത്തിൽ തന്നെയാണ് വിടുന്നത്. ആ 3.5 വർഷക്കാലം വചനം പറയുന്നു, 1/2 മണിക്കൂർ നേരം സ്വർഗം മൗനമായിരുന്നു. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? അല്ലേ? 1/2 മണിക്കൂർ സ്വർഗം പോലും വാവൊത്തു നിൽക്കുന്ന അനുഭവങ്ങൾ. അത്രയും ഭയാനകമാണ്. നമ്മൾ ചിന്തിക്കുന്നതല്ല യഹോവയുടെ പ്രതികാലകാലം. നമ്മൾ ചിന്തിക്കുന്നതേ അല്ല. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ അറിയേണ്ടതുപോലെ അറിഞ്ഞാൽ കൈയും കാലും വിറക്കും നമ്മുടെയൊക്കെ. നമ്മൾ അറിഞ്ഞത് കൃപ മാത്രം നിറഞ്ഞിരിക്കുന്ന കർത്താവിനെ മാത്രം കണ്ടിട്ടുള്ളൂ. നമ്മൾ പ്രതികാരത്തിന് ഇറങ്ങി വരുന്ന യഹോവയെ ഇന്നും ആരും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ആ സമയത്താണ് 3.5 വർഷക്കാലമാണ് യഹോവയുടെ പ്രതികാല കാലം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത്. അതിലൂടെയാണ് ഈ 1,44,000 പേർ ദൈവം കടത്തിവിട്ട് അവർ അയ്യം വിളിച്ചിട്ട്, എന്റെ വാക്ക് ശ്രദ്ധിച്ചേ, അവർ അയ്യം വിളിച്ചിട്ട്. അതുകൊണ്ട് പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ഇങ്ങനെ എഴുതി വെച്ചത്, ആ ദിവസം യാക്കോബിന്റെ കഷ്ടകാലം. കാരണം ആ പേരിൽ തന്നെയുണ്ട് അർത്ഥം. എന്താണ്? അല്ല, ആ പേരിൽ തന്നെയുണ്ട് അർത്ഥം. യാക്കോബ് എന്താ? യാക്കോബിന്റെ അർത്ഥം എന്താ? വഞ്ചകൻ, ചതിയൻ. ആ വാക്കിന് അർത്ഥമുണ്ട്, ആണല്ലോ, ഇല്ലേ? ആ വാക്കിന് അർത്ഥമുണ്ട്. ആ പേര് അവരുടെ മേൽ നിന്ന് എടുത്തു മാറ്റുന്ന ദിവസമാണത്. മനസ്സിലായില്ലേ? അവർ കഷ്ടത്തിലൂടെ പോയി
അവരുടെ അപ്പൻ്റെ സ്വഭാവം അവർ മുഴുവനും തേച്ചൊരച്ച് കളഞ്ഞ്, പ്രവാചകൻ പറഞ്ഞ് കല്ലുരുട്ടി മാറ്റിയതുപോലെ അവരുടെ ജീവിതത്തിലേക്ക് ഉരുട്ടി മാറ്റി കളയുമ്പോൾ അവരെ യഥാർത്ഥമായ വഞ്ചകൻ, ആ വഞ്ചകന്റെ മക്കളായിട്ടല്ല, യഥാർത്ഥമായ ദൈവത്തിൻ്റെ മക്കളായി, അല്ലേ, ഇസ്രായേലിലായി ദൈവം അവരെ വേർതിരിച്ച് മാറ്റുകയാണ്. അതുകൊണ്ട് അതിന് പോലും ഓരോ പേരിന് അർത്ഥമുണ്ട്. യാക്കോബിന്റെ കഷ്ടകാലം എന്നൊക്കെ കർത്താവ് വെളിപ്പെട്ടിരിക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ നോഹയുടെ കാലഘട്ടം പോലെ എന്ന് പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം മുതൽ ഓരോ പേരുകളെടുത്ത് പഠിച്ചാൽ, അർത്ഥങ്ങളെടുത്ത് പഠിച്ചാൽ മാത്രമേ ഈ നോഹയുടെ കാലഘട്ടം പോലെ ഈ കാലഘട്ടം എന്ന് നമുക്ക് പഠിക്കാൻ കഴിയത്തുള്ളൂ. ഓരോ മെഥുശലേം, ഏറ്റവും വെളിപ്പാട് മെഥുശലേം എന്ന പേരിന് അർത്ഥത്തിൽ നിന്നാണ് ഈ നോഹയുടെ ആ ജലപ്രളയത്തെക്കുറിച്ച് വരുന്ന കാലം. യഥാർത്ഥമായ ഒരു വെളിപ്പാട് അവിടെ മുതലേ കിടക്കുകയാണ്. ഞാൻ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, നമ്മുടെ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാം. അപ്പോൾ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ ദൈവം പകർന്നിട്ട് അവരെ മാനസാന്തരപ്പെടുത്തും, അല്ലേ? ഇതാണ് ആദ്യത്തെ 3.5 വർഷക്കാലം ഇസ്രായേലിൽ സംഭവിക്കാൻ പോകുന്നത്, അതിന് ഒടുവിൽ സംഭവിക്കാൻ പോകുന്നത്, അല്ലേ? ആണല്ലോ. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. ഇസ്രായേൽ അന്ത്യകാല പ്രവചിച്ച കൂടി അന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന BC 175 ജീവിച്ച് മരിച്ചുപോയ ഒരു മനുഷ്യനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആഴമായി 2 ക്ലാസ്സിൽ കൂടുതൽ എടുത്ത് പഠിച്ചത് നമ്മൾ, അല്ലേ? അവൻ എതിർക്രിസ്തുവിനെ നിഴലായിരിക്കുമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് എതിർക്രിസ്തു ചെയ്യാൻ പോകുന്ന ഓരോ കാര്യങ്ങളും അവൻ ചെയ്തു നോക്കിയാൽ അത് തന്നെയാണ് ഇവനും ചെയ്യാൻ പോകുന്നത്. എല്ലാത്തിനും നിഴലുകൾ, പഴയ നിയമം പഠിച്ചാൽ എല്ലാത്തിനും നിഴലുകളുണ്ട്. ക്ലിയറാണ് ഞാൻ പറഞ്ഞത്? പഴയ നിയമം ഒരു കഥയല്ല, പുതിയ നിയമത്തിൻ്റെ എല്ലാത്തിനും നിഴലുകളാണ് പഴയ നിയമം. ഹല്ലേലൂയ. അതുകൊണ്ട് പുതിയ നിയമം ആഴത്തിൽ പഠിച്ചിട്ട് നാം പഴയ നിയമം എടുക്കുമ്പോഴല്ലോ അവിടെയെല്ലാം പുതിയ നിയമത്തിൽ ഉറപ്പിക്കുന്ന ഒരുപാട് നിഴലുകൾ നമുക്ക് തെളിവായി വരും. ഓക്കെ, വിട്ടുപോകുക നമുക്ക് കണ്ടു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, അങ്ങനെ 1,44,000 പേരെ വെളിപ്പാട് പുസ്തകം 3-ന്റെ 7-ാം അധ്യായം 3 മുതൽ 8 വരെ പഠിക്കുമ്പോൾ അതിൽ ആദ്യത്തെ 3.5 വർഷത്തിന് ഒടുവിൽ അവിടെ ദൈവം അവരെ മുദ്രയിട്ട് വേർതിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആണല്ലോ. എന്നാൽ വെളിപ്പാട് 7-ൽ ഇത് സംഭവിക്കുമ്പോൾ വെളിപ്പാട് 14-ാം അധ്യായത്തിൽ അവിടെയും 1,44,000 പേരെ ദൈവം 1,44,000 പേരെ അവിടെയും കാണാൻ കഴിയും. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും 7-ാം അധ്യായത്തിൽ യഹൂദന്മാരിൽ നിന്ന് 1,44,000 പേരെ മുദ്രയിട്ട് മാറ്റുന്നത് പോലെ തന്നെ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെയും ഇതേ സംഖ്യ അവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട ഞാൻ പറയും, ഒട്ടനവധി ബൈബിൾ കോളേജ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ സിലബസിൽ ഇതും എല്ലാവരും യഹൂദനാണെന്ന് വിശ്വസിക്കുന്നവരാ 99.9% ആൾക്കാരും വിശ്വാസികളും ദേവദാസന്മാരൊക്കെ അവർ ഇസ്രായേൽ മക്കളാണെന്ന് വിശ്വസിക്കുന്നവരാ. അല്ല. അവിടെ 14-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സിയോൺ മലയിൽ കുഞ്ഞാടിനോടുകൂടെ. നിങ്ങൾ എന്തായാലും പേടിച്ചു പോലിരിക്കുന്ന പോലെ ഞാൻ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അർഹതപ്പെട്ടവർ, അതിനായി ഒരുങ്ങുന്നവർ, സിയോൺ മലയിലേക്ക് വിളിച്ചിരിക്കുന്ന കൂട്ടര, യഥാർത്ഥമായ നമ്മുടെ പിതാവ് വസിക്കുന്ന ആ സ്വർഗീയ ഭവനത്തിലേക്ക്, ആ സിയോൺ മലയിലേക്ക്. അവർ എവിടെ നിന്നാണെന്ന് അറിയണമെങ്കിൽ സങ്കീർത്തനക്കാരൻ 82-ാം സങ്കീർത്തനത്തെക്കുറിച്ച് മനോഹരമായ വെളിപ്പാടുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ജാതീയ രാജ്യങ്ങളുടെ പേര് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിളിച്ചിരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ പിന്നെ കാണുന്നത് എല്ലാം കഴിഞ്ഞ് 7000 വർഷത്തെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് അവസാനിച്ച് കഴിയുമ്പോൾ, ഭൂമിയും ആകാശം കത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒട്ടനവധി ജാതീയ രാജ്യങ്ങളിൽ നിന്ന് ഒരുപറ്റം ജനങ്ങൾ സിയോൺ മലയിൽ നിൽക്കുന്നതായിട്ട് സങ്കീർത്തനക്കാർ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 82-ാം സങ്കീർത്തനത്തിൽ. ഹല്ലേലൂയ. അത് വേറെ ആരുമല്ല, അവരെക്കുറിച്ചാണ് വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ 7-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് വേറെ ആരുമല്ല. ആരാത്? ഇസ്രായേൽ മക്കളെ കുറിച്ചാണ്. മറന്നു പോകരുത്. ഞാൻ ഈ സിയോൺ എന്നൊക്കെ, സിയോൺ മല സിയോൺ എന്നൊക്കെ പറയുന്നത് അകത്തുനിന്ന് വീഴാൻ വേണ്ടിയാ. ഇന്നത്തെ പുതിയ നിയമസഭ ന്യൂ ജനറേഷൻകാരുടെ ഹൃദയത്തിൽ പോലും ആ സാധനമില്ല. ഇന്നത്തെ പഴയ സഭകൾ, പഴയകാല സഭകളിലേക്ക് വിശുദ്ധന്മാരെ, അപ്പച്ചന്മാരെയൊക്കെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവരൊക്കെ നല്ലൊരു ശതമാനവും സിയോണിനെ കുറിച്ച് ദർശനമുള്ളവരാണ്. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ സ്വർഗീയ സിയോൺ, അതിനെക്കുറിച്ച് പഠിപ്പിക്കണമെന്ന സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത്.
ഹല്ലേലൂയ. പക്ഷേ ഈ തലമുറയിൽ കേൾക്കാൻ പോലും കഴിയാത്ത ഒരു വാക്കായി മാറിയത്. എന്നോടുണ്ട് നിങ്ങളെല്ലാവരും. ഹല്ലേലൂയ. അതുകൊണ്ട് വെളിപ്പാട് ദിവസം 3-ാം അധ്യായം 21-ാം വാക്യം പറയുന്നു അല്ലേ, ഞാൻ ജയിച്ച്, പറയൂ, ഞാൻ ജയിച്ച് പിതാവിൻ്റെ സിംഹാസനത്തിൽ, ഏതാത്, സിയോൻ മലയിൽ ആയിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ജയിച്ച് എൻ്റെ എൻ്റേത്, യേശു പറയുക, ഞാൻ ജയിച്ച് പിതാവിൻ്റെ സിംഹാസനം ആയിരിക്കുന്നത് പോലെ നിങ്ങളും ജയിച്ച് എൻ്റെ സിംഹാസനം. ദൈവം നമ്മെ വിളിക്കുന്നത് അപ്പൻ്റെ ഭവനത്തിലേക്ക്, ആ സ്വർഗീയ സിയോണിലേക്കാണ്. പരമവിളിയ. അത് എണ്ണപ്പെട്ട ആൾക്കാർ മാത്രമാണ്. നമ്മുടെ തലമുറയിൽ ഇപ്പോൾ 2000 വർഷത്തോളം ആകാറ്. 1990 വർഷത്തിന് മേലായി ഇപ്പോൾ കർത്താവ് വന്ന് പോയിട്ടല്ലേ. 1990 മേലായി ഇപ്പോൾ. ഇത്രയും വർഷം മരിച്ചുപോയ ഈ ലോകത്തിൽ ജീവിച്ച് അവർ കന്യകമാരാകയാൽ സ്ത്രീകളോട് മലിനപ്പെടാത്തവർ, രണ്ടും സ്ത്രീകളെ കുറിച്ചാണ് പറയുന്നത് കണ്ടോ. അത് ഒരു എന്താ പറയുക, ഭാര്യ ഭർത്തൃബന്ധത്തെ കുറിച്ചല്ലത്, രണ്ടും സ്ത്രീകളാണ്. അവർ സ്ത്രീകളോട് മലിനപ്പെടാത്തവർ, അവർ കന്യകമാരാകയാൽ. അത് സ്ത്രീയാണ്, അത് സ്ത്രീ. അപ്പോൾ ഒരുപാട് വലിയ മർമ്മങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന വിഷയമാണ് ഈ സ്വർഗീയ സിയോണിലേക്കുള്ള വിളി. നിങ്ങളൊന്ന് കൊതിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്ന് കൊതിപ്പിച്ചതാ. എന്നാ കൊതിക്കാതെ നമ്മളൊക്കെ ആ പരമവിളിയേക്ക് നമ്മൾ അറിയുമ്പോഴുണ്ടല്ലോ. ഓക്കെ, എന്തുമാകട്ടെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് നമ്മൾ പറയാം. അപ്പോൾ 7-ാം അധ്യായത്തിൽ അതാണ്. അതിനുശേഷമാണ് അടുത്ത 3.5 വർഷക്കാലമാണ് ലോകത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ യഹോവയുടെ പ്രതികാലകാലം. ഇവിടുത്തെ ഈ വിഷു ദീപാവലിയും വിഷു ഒക്കെ വരുമ്പോൾ ഇവിടുത്തെ തെങ്കാശിയില ഇന്ന് ഒലപ്പടക്കൂല്ലേ, എന്നൊക്കെ പൊട്ടുന്ന ചെറിയ ഒലപ്പടക്കം, അതിനേക്കാൾ ആറ്റം ബോംബുകളും ന്യൂക്ലിയർ ബോംബുകളും പൊട്ടുന്ന ദിവസമാണത്. മരണം പോലും കൊതിക്കും. മരണദൂതനെ ദൈവം എടുത്തു മാറ്റിക്കളയും. പേടിച്ചാൽ, നമ്മളത് പഠിച്ചാൽ ഭയാനകമാകുന്ന ദിവസങ്ങളാണ്. ക്ഷാമം, ഭൂകമ്പം, മരിക്കാൻ കൊതിക്കും, മരണദൂതൻ എടുത്തു കളയും. ഈ വെട്ട് സാധനം, ഒരു സാധനമുണ്ട്, ഒരു വെട്ടുകുത്തിനെ പോലത്തെ സാധനം, ചിറകൊക്കെ വെച്ചിട്ട് വെട്ടുകിളി, ഒരു ചുണ്ടൊക്കെ നീണ്ടി പിടിച്ച്, പിശാചാണത്. അവനൊക്കെ ഇപ്പൊ കെട്ടിയിട്ടിരിക്കുക. ഇപ്പൊ പിശാചിനെ കുറിച്ച് പഠിച്ചാൽ ഒട്ടനവധി പിശാചുക്കളെ ദൈവം കെട്ടിവെച്ചിരിക്കുക സ്ഥലത്ത്, പല സ്ഥലങ്ങളിലായിട്ട്. അതിനെ തുറന്നു വിടുന്ന ദിവസങ്ങളാണ്. അത് വന്ന് കുത്തിയാലുണ്ടല്ലോ, തേള് കുത്തുന്ന വേദനയാ, അത്രയും ഭയാനകമാണ്. നമ്മളിന്ന് അടിച്ചു വിളിച്ചിരിക്കുക അല്ലേ, നമുക്കറിയാത്തത് കൊണ്ട് പലപ്പോഴും. ഇത് പാട്ട് ഞാൻ വിട്ടുപോകുകയാണ്. ആ ദിവസം, ആ 3.5 വർഷക്കാലമാണ് 3rd വേൾഡ് വാർ സംഭവിക്കാൻ പോകുന്നത്. 3-ാം ലോകമഹായുദ്ധം. അതുകൊണ്ട് ആ പ്രവാചകൻ നിങ്ങൾ വിളിച്ചു പറഞ്ഞു, ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം എന്ന് വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? 3 പ്രാവശ്യം ഉന്മൂലനാശം, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു വട്ടം കൂടി. ഉന്മൂലനാശം, ഉന്മൂലനാശം, ഉന്മൂലനാശം എന്ന് 3 പ്രാവശ്യം ബൈബിൾ എഴുതി വെച്ചാൽ 1-ാം ലോകമഹായുദ്ധം, 2-ാം ലോകമഹായുദ്ധം മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഇനി 3rd വേൾഡ് വാർ, 3-ാം ലോകമഹായുദ്ധം സംഭവിക്കുമെന്ന് വേദപുസ്തകം അടിവരയിട്ട് പഠിപ്പിക്കുക. അതിന് ഒരുക്കങ്ങളാണ് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാഹളത്തിൻ്റെ സ്വരങ്ങളാണ് നമ്മുടെ അന്തരാത്മാവിൽ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഓക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞ കാര്യമാണ്. അടുത്ത 3.5 വർഷക്കാലം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നിത്യത മുതൽ നിത്യത വരെ പഠിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 7 വർഷത്തെ പീഡനകാലത്തിൽ, ആദ്യത്തെ 3.5 വർഷക്കാലം കഴിഞ്ഞ് 2ാമത്തെ 3.5 വർഷക്കാലത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം പഠിച്ച് അവസാനിപ്പിച്ച വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 17-ാം വാക്യം പറയുന്നു, കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് പറഞ്ഞ 20 കോടി ജനം, 20 കോടി സൈന്യങ്ങൾ. ഇത് വെറും പറഞ്ഞതല്ല, ചൈനക്കാർ പറഞ്ഞു കഴിഞ്ഞു ആ വാക്യം. ഇതേ വാക്യം ചൈനക്കാർ പറഞ്ഞു, ഞങ്ങൾ 20 കോടി സൈന്യങ്ങളെ നേർത്തി നിർത്താൻ കഴിവ് ഞങ്ങൾക്കുണ്ടെന്ന് അവർ വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് ഏഷ്യൻ കിഴക്ക് നിന്നാണ് അവർ വരുന്നത്. ഏഷ്യൻ കൺട്രീസ്, ചൈന, ഇന്ത്യ, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നൊക്കെ പറയുന്ന കിഴക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ഈ 20 കോടി സൈന്യങ്ങളൊക്കെ യുദ്ധത്തിന് പോകാൻ പോകുന്നത്. ഓക്കെ, എവിടെ പോകുന്നത്, എവിടെയാ? എന്നിട്ട് പറയുക, കഴിഞ്ഞ ആഴ്ച പഠിച്ചതാ എന്ന് ഞാൻ കേട്ടു, ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത്. എന്നാൽ എന്നാൽ അവർക്ക് തീനിറവും രക്തനീലവും ഗന്ധകവർണവുമായ കവചമുണ്ടായിരുന്നു. കുതിരയുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെടുന്ന തീ, പുക, ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 3 മരിച്ചുപോയി. കുതിരകളുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെയും തലയുള്ളതും ആയിരുന്നു. അല്ലേ? യോഹന്നാൻ പണ്ട്
1990 വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ, അത്ര ആയിട്ടില്ല, 1900 അല്ലെ 1800 സംതിങ് വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാനെ എങ്ങോടാ പത്മോസിലേക്ക് നാട് കടത്തി. ആ എന്താ പറയുക, കറുത്ത കല്ലും നല്ല മനോഹരമായ അല്ലെ കരിമ്പാറകളുടെ ഇടയിൽ, വിഷസർപ്പങ്ങളുടെ ഇടയിൽ യോഹന്നാൻ ജീവിക്കുമ്പോൾ അന്ന് യോഹന്നാന് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ച് വെളിപ്പാട് കൊടുക്കുക അല്ലേ, കണ്ടതും ഉള്ളതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങളിൽ വെളിപ്പാട് കൊടുക്കുമ്പോൾ അന്ന് യോഹന്നാനെ കാണിച്ചു കൊടുക്കുക, ആത്മാവിൽ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഈ 3.5 വർഷം ഇനി വരാൻ പോകുന്ന ഈ പറയുന്ന 3.5 വർഷക്കാലം സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ യോഹന്നാന് കാണിച്ചു കൊടുക്കുമ്പോൾ യോഹന്നാൻ ആത്മാവിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക. ദർശനത്തിൽ ഞാൻ കണ്ടത് അല്ലേ, ദർശനത്തിൽ ഞാൻ കണ്ടത് അവർക്ക് തീ നിറവും രക്തനീലവും ഗന്ധവർണ്ണമുള്ള കവചമുണ്ടായിരുന്നു. കുതിരയുടെ തല സിംഹങ്ങളുടെ തല പോലെ ആയിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ യോഹന്നാൻ കണ്ടുകൊണ്ടിരിക്കുക, യോഹന്നാൻ എഴുതിക്കൊണ്ടിരിക്കുക. വായിൽ നിന്ന്, സിംഹത്തിന്റെ തല പോലുള്ള വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെടുന്നു. അണ്ട് വീണ്ടും എഴുതി വെച്ചിരിക്കുക, ആ കുതിരകളുടെ ശക്തിയോ അത് വാലിലുമായിരുന്നു അല്ലേ, വാലും സർപ്പത്തെ പോലെ ഇരിക്കുന്നു. അത് യോഹന്നാൻ അന്ന് അങ്ങനെ മനസ്സിലായുള്ളൂ. കാരണം പുള്ളിയുടെ സമയത്ത് വാളും കുന്തവും പിന്നെന്തൊക്കെയാ ഈ യോഹന്നാന്റെ കാലഘട്ടത്തിൽ, അന്ന് ഇത് എഴുതുന്ന കാലഘട്ടത്തിൽ അന്ന് ഈ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ബോംബും ഇല്ല, പൊട്ടാസും ഒന്നുമില്ല. അന്നാകെ കുന്തമുണ്ട്, വാളുണ്ട്, പരിചയമുണ്ട്. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനമൊക്കെ നമ്മുടെ ആത്മീയ യുദ്ധത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ പൗലോസൊക്കെ മനോഹരമായതിനെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അന്ന് യോഹന്നാൻ ഇത് കൊടുക്കുമ്പോൾ, ദർശനത്തിൽ കാണുമ്പോൾ ഒരിക്കലും യോഹന്നാനെ അങ്ങനെ വേറെ പറ്റത്തിൽ എഴുതാനായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായതുപോലെ എഴുതി വെച്ചതാ. പക്ഷേ ഇത് മനസ്സിലാകണമെങ്കിൽ ഈ തലമുറയിൽ ജനിച്ച് നമുക്കേ കഴിയത്തുള്ളൂ. കാരണം ഇത് മറ്റൊന്നുമല്ല, സിംഹത്തിന്റെ പോലെ വായിരിക്കുന്ന അതിന് തീയും ഗന്ധവും പുകയും പുറപ്പെടുന്നു. അതിന്റെ വാലിൽ അതും സിംഹത്തെ പോലെ ഇരിക്കുന്നു, അവിടെ നിന്ന് തീ കത്തിക്കൊണ്ടിരിക്കുന്നു അല്ലേ. അത് മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ പോലെ എന്താ, പീരങ്കികളെ കുറിച്ച് യോഹന്നാൻ കണ്ടെഴുതി വെച്ചിരിക്കുക. പക്ഷെ യോഹന്നാൻ കാണാത്തത് കൊണ്ട് അദ്ദേഹത്തിന് എഴുതാൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇന്നോ നമുക്ക് മനസ്സിലാകുന്നുണ്ട്, ആത്മാവ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവ് അല്ലേ. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ അന്ന് ആ വരാൻ പോകുന്ന 3.5 വർഷക്കാലം പീഡനകാലത്തിൽ അല്ലെ, മഹാപീഡനകാലത്തിൽ ഇതുപോലത്തെ സാധനങ്ങൾ പൊട്ടാസ് പൊട്ടിക്കുന്നത് പോലെ പൊട്ടിച്ചു വിടുകയാണ്. എത്രയൊക്കെ മനസ്സിലാവുന്നുണ്ട്. സംഭവിക്കുമ്പോൾ നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതല്ല, എപ്പോഴെങ്കിലും അനുവദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് ആ 3 വർഷക്കാലം തന്നെ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സ്വർഗം പോലും മൗനമായിരുന്നു 1/2 മണിക്കൂർ അല്ലേ. യഹോവയുടെ പ്രതികാലകാലം അത്രയും ഭയാനകം. മരണദൂതനെ പോലെ ദൈവം എടുത്തു മാറ്റിക്കളയും. മരണം കൊതിക്കും. ഇന്ന് മരണം കൊതിക്കുന്നത് ഇത് ഞാൻ്റെ കൂടെ ജീവിച്ച് മടുത്ത്, ഇവളുടെ കൂടെ വീട് ജീവിച്ച് മടുത്തൊക്കെ പറഞ്ഞ് നമുക്ക് തിന്നിട്ട് എല്ലിനടിക്കലിൻ്റെ അസുഖം നമുക്ക് അല്ലേ. ഇതല്ല, ഇത് വേറേതാ. ഇത് ഭക്ഷിക്കാനൊന്നുമില്ല, ഒരു സാധനമില്ല. പൊട്ടുന്ന മുഴുവനും ന്യൂക്ലിയർ ബോംബോ ആറ്റം ബോംബൊക്കെ ഇതുപോലത്തെ സാധനങ്ങളെ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ജീവിക്കാൻ ഭയപ്പെടുന്ന ദിവസങ്ങളാണ്. ശരിക്കൊക്കെ അറിഞ്ഞാൽ കൈയും കാലും വിറച്ചു പോകും നമ്മുടെയൊക്കെ. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അതിനു മുമ്പ് കർത്താവിൻ്റെ വരവിലേക്കായി പോകാൻ ഒരുങ്ങിക്കോ. നിങ്ങൾ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇത്ര മനസ്സിലായോ? യോവേൽ പ്രവചന പുസ്തകം 3-ാം അധ്യായം 9-12 വരെ പഠിക്കുമ്പോൾ വിശുദ്ധ യുദ്ധത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. അതുകൊണ്ട് ആ ഹോളി വാറിനെ കുറിച്ച് മുസ്ലിങ്ങൾ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഹോളി വാർ. അവർ ഇതേ വാക്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹിസ്റ്ററി പേപ്പർ വായിക്കുന്നവർക്ക് പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടില്ലേ, ഹോളി വാർ, ഈ വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളുവിൻ. ഇതേ വാക്കല്ലേ ഇപ്പോൾ ഇവർ പറയുന്നത്. എത്ര അത്ഭുതവഹമാണെന്നറിയാമോ കർത്താവിൻ്റെ വചനങ്ങൾ. ഓരോ ദിവസം പേപ്പർ വായിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതിൽ എഴുതി വെച്ചിരിക്കുക. ഹോളി വാറിനെ കുറിച്ചൊക്കെ മുസ്ലിങ്ങൾ പറയുമ്പോൾ സെയിം കാര്യം, ഇതേ വചനം നടപ്പിലാകാൻ പോകുകയാണ്. യോവേൽ പ്രവാചകൻ 12 ചെറിയ പ്രവാചകന്മാരിൽ ഒരുവൻ യോവേൽ എഴുതി വെച്ച ആ വെളിപ്പാടുകളൊക്കെ ഇന്ന് ലോകത്തിൽ സംഭവിച്ചിരിക്കുക. ലോകക്കാർ പോലും പറഞ്ഞു വെച്ചിരിക്കുക. അതുകൊണ്ട് ജാതികൾ, എന്നിട്ടാണ് ആ 3.5 വർഷക്കാലത്തിന് ഒടുവിൽ എന്ന് പറഞ്ഞാൽ 7 വർഷത്തിന്റെ ഒടുവിൽ ഈ 3rd വേൾഡ് വാറിന്റെ ലാസ്റ്റ് മൊമെന്റ്, ആ സമയത്താണ് സ്വർഗത്തിൽ നിന്നും പോയവൻ, ഒലിവുമലയിൽ നിന്ന് കരേറിപ്പോയവൻ, അവൻ തൻ്റെ വിശുദ്ധന്മാരുമായി വീണ്ടും ഇറങ്ങി വരും. അപ്പോഴാണ് ജാതികളുടെ ന്യായവിധി സംഭവിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലോകത്തിൽ അന്ന് വേറെ ന്യായവിധിയെക്കുറിച്ച്, ഒരുപാട് ന്യായവിധികളെക്കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അത് പിന്നീട് എപ്പോഴെങ്കിലും ജഡ്ജ്മെന്റ്, ഒരു മനോഹരമായ ക്ലാസ് ഉണ്ട് ജഡ്ജ്മെന്റിനെ കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്.
ആഴമായ ക്ലാസ് ഉണ്ട് നമ്മുടെ ലാപ്ടോപ്പിൽ അതിനെക്കുറിച്ചുണ്ട്. നമ്മുടെ ന്യായവിധി വരും, ഇന്നത്തെ ന്യായവിധിയെക്കുറിച്ച് വരും, നമുക്ക് മുമ്പേ ഉണ്ടായ ന്യായവിധിയെക്കുറിച്ച് വരും, അല്ലേ? ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് വരും. ഒരുപാട് ന്യായവിധിയെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജാതികൾക്കുള്ള ന്യായവിധിയെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോൾ. എപ്പോഴാ? 3.5 വർഷത്തിന്റെ പീഡനകാലത്തിന്റെ ഒടുവിൽ കർത്താവ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ മധ്യയിൽ നിന്ന് മേഘത്തിലേക്ക് കരേറി പോകുമ്പോൾ, ഒരു മലയിൽ നിന്ന് കയറിപ്പോകുമ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ പോയതുപോലെ തന്നെ, അല്ലേ? ഈ ദൂതന്മാർ പറഞ്ഞില്ലേ, പോയതുപോലെ തന്നെ വീണ്ടും മടങ്ങി വരും. മടങ്ങി വരുമ്പോൾ യൂദായുടെ ലേഖനം ഹാനോക്ക്, പ്രവാചകനായ ഹാനോക്ക് ഇങ്ങനെ എഴുതി വെച്ചു. എങ്ങനെയാ? 1000 ദൂതന്മാർ, 1000 വിശുദ്ധന്മാരുമായി കർത്താവ് താൻ ഇറങ്ങി വരാൻ പോകുന്നു. എങ്ങോട്ട് ഇറങ്ങി വരാൻ പോകുന്നു? ഇതേ സ്ഥലത്തേക്ക്. എവിടെയാ? ഈ മലയിലേക്ക് ഇറങ്ങി വരാൻ. ഈ ഒരു മലയിലേക്ക് എവിടെ നിന്ന് കയറിപ്പോയോ വീണ്ടും ആ ഒരു മലയിലേക്ക് ഇറങ്ങി വരാൻ പോകുന്നു. അന്ന് ഒലിമല 2ആയിട്ട് പിള്ളേരും ചരിത്രം എടുത്തു വെച്ചിരിക്കുക, പഠിപ്പിച്ചു വെച്ചിരിക്കുക. പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ നിങ്ങൾ കുറച്ച് മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വില കൂടിയ സ്ഥലം ഏതാണ്? എരൂരല്ല, വൈറ്റിലല്ല, ചമ്പക്കരയല്ല, കൈക്കുടമല്ല, അല്ലേ? ഡൽഹിയല്ല, അമേരിക്കയല്ല. ലോകത്തിലെ ഏറ്റവും വില കൂടിയ സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന യെരുശലേമാണ്. അതിന് അറബികൾ അവർക്ക് വിലയിടാൻ കഴിയാത്ത, അവരുടെ ജീവനേക്കാൾ വലിയ 22 അറബ് രാജ്യങ്ങളുടെ മൊത്തം തുകയേക്കാൾ വിലയുണ്ട് അതിന്. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതിനുവേണ്ടിയാണ് അവർ ഇതിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? യഹൂദന്മാരാണെങ്കിൽ അവരുടെ ആലയമിരുന്ന ഞങ്ങളുടെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം എന്ന സ്ഥലമാണ്. അവർക്ക് അവരുടെ ജീവനേക്കാൾ വലുതാണത്. നമുക്കുമുണ്ട് അല്പം വില, അല്ലേ? നമ്മുടെ കർത്താവ് നടന്ന സ്ഥലമായത് കൊണ്ട് അല്പം നമുക്ക് ഒരു ചെറിയൊരു ഉണ്ട്. എന്തൊക്കെ പറഞ്ഞു, ലോകത്തിൽ ഏറ്റവും വിലയുള്ള സ്ഥലമാണ് ഏത്? ഇത് ഈ പറഞ്ഞ പോലെ. അവിടെ കുറെ വർഷങ്ങൾക്ക് മുമ്പ്, 10-15 വർഷം, 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പറ്റം ബിസിനസ്സുകാർ ഈ ഒലിവുമലയിൽ കടന്നു വന്ന് അവർ തന്നെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കുവാൻ ശ്രമിച്ചു നോക്കി. അവരന്ന് ആ സ്ഥലത്തിൽ ഇവിടെ പൈലടിക്കുന്ന പോലെ പൈൽ ടെസ്റ്റ് അല്ലെ, സോയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവർ കുഴിച്ച് താഴേക്കെന്നപ്പോൾ ആ ഒലിവുമല അടിവശം ആരും അറിയാതെ മലയുടെ അടിവശം 2ആയി പിളർന്നിരിക്കുന്നു. നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടു കാണും. ഇത് ഇപ്പോൾ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട് ആ ന്യൂസുകളൊക്കെ. പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് 10-15 വർഷമുള്ള കഥ ഞാൻ പറയുന്നത്. അന്ന് മലയുടെ അടിയിൽ 2ആയി ഒലിവുമല പിളർന്നിരിക്കുന്നത്. ഏതാണ്ട് എത്രയോ 200-250 കിലോമീറ്ററോളം പിളർന്നിരിക്കുന്നതായി അവർ കണ്ടെത്തി. അതുകൊണ്ടാണ് അവരുടെ ബിസിനസ് നിർത്തിയിട്ട് മാറ്റിപ്പോയത്. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കർത്താവ് കാല് ചവിട്ടുമ്പോൾ അത് എന്നേക്കുമായി വീണ്ടുകയറാൻ വേണ്ടി ദൈവം അത്ര മനോഹരമായി ഒരുക്കി വെച്ചിരിക്കുക എല്ലാ കാര്യങ്ങളും. എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്? ഓക്കെ, വിട്ടുപോകും. ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററി നോക്കിയാൽ ഇഷ്ടംപോലെ യൂട്യൂബിലേക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഇഷ്ടംപോലെ കാണാം. പണ്ടൊന്നും ഒന്നും ഉണ്ടായില്ല. പണ്ടൊക്കെ ഇതുപോലെ കുത്തിയെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് നമുക്ക് അതിനെക്കുറിച്ച് കാണാൻ കഴിയും. എന്തുവാകട്ടെ, ജാതികൾ, ബാക്കി 12 യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 12-ാം വാക്യം പറയുന്നു, ജാതികൾ ഉണർന്ന് യഹോശാഫാത്ത് അല്ലെങ്കിൽ മെദിഗോ താഴ്വര, പല വ്യത്യസ്തമായ പേരുകളിലാണ് അറിയപ്പെടുന്നത്, അല്ലേ? നമുക്ക് ഓക്കെ വിടുകയാണ്, നമുക്ക് അതിൽ പഠിക്കുന്ന ആവശ്യങ്ങളൊന്നും ഒന്നുമില്ല. എന്നെങ്കിൽ പോലും പറഞ്ഞു പോകുക, യഹോശാഫാത്ത് താഴ്വര അല്ലെങ്കിൽ മെദിഗോ താഴ്വര എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെ രണ്ടും നിങ്ങൾ വായിക്കുമ്പോൾ കേട്ടാൽ പേടിക്കേണ്ട, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. അന്ന് താഴ്വരയിൽ പുറപ്പെടട്ടെ, അവിടെ ഞാൻ ചുറ്റുമുള്ള സകല ജാതികളെയും ന്യായം വിധിക്കേണ്ടതിരിക്കും, അല്ലേ? കർത്താവ് ഇറങ്ങി വന്ന് തൻ്റെ വിശുദ്ധന്മാരുമായി ഇറങ്ങി വന്ന് അവൻ സകല ജാതികളെയും ന്യായം വിധിക്കാൻ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഇവിടെ യഹോശാഫാത്ത് താഴ്വര. അവിടേക്കാണ് ഭൂമിയിലുള്ള അന്ന് കാണുന്ന 20 കോടി സൈന്യങ്ങളൊക്കെ ഇസ്രായേലിലേക്ക് ഇറങ്ങി വരുന്നത്. നിങ്ങൾക്കറിയാമോ, കിഴക്ക് നിന്ന് 20 കോടി സൈന്യങ്ങൾ ഇസ്രായേൽ നേരെ യുദ്ധത്തിന് വരുമ്പോൾ, ശ്രദ്ധിക്കണം, വരുമ്പോൾ അവിടെ അവർ വന്ന് യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് വന്ന് നിൽക്കും. വചനം പറയുന്നു, ഞാൻ അന്ന് യൂഫ്രട്ടീസ് നദി വറ്റിച്ച് അവരെ ഇപ്പുറം ഇസ്രായേലിലേക്ക് കടക്കുമാറാക്കുമെന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുക. എനിക്കറിയാമോ, ഇന്ന് എൻ്റെ പേര് ഓർമ്മയില്ല, ഞാൻ പെട്ടെന്ന് മറന്നുപോയി. ഇന്ന് ചൈന പണിതിരിക്കുന്ന ഒരു വലിയ ഹൈവേ ഉണ്ട്. ഈ ദിവസങ്ങളിൽ എൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചതാണ്. ആ ഹൈവേ യൂഫ്രട്ടീസ് നദിയുടെ അറ്റം വരെ ഇപ്പോൾ വന്നു നിൽക്കുക. എത്ര മനോഹരമായിട്ടാണ് ദൈവജനത്തെ നിവർത്തിയായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? വായിച്ചവർക്കറിയാം, പേരറിയാവുന്നവർക്ക് പറയാം. ആ ഹൈവേയുടെ പേര് നല്ലൊരു പേരാ. ആ ഹൈവേക്ക് ചൈന ഇട്ടിരിക്കുന്ന പേരല്ലേ. ആ 20 കോടി സൈന്യങ്ങൾ പോകുവാനുള്ള എല്ലാ ഹൈവേ റെഡിയായി. ഇപ്പോൾ യൂഫ്രട്ടീസ് നദിയിൽ നല്ലോണം വെള്ളമുണ്ട്. പക്ഷേ ഈ സമയത്ത് യൂഫ്രട്ടീസ് നദി വറ്റിച്ച് ദൈവം 20 കോടി സൈന്യത്തെ അപ്പുറം കടത്തുമെന്ന് ബൈബിൾ പഠിപ്പിക്കുക. എത്ര അതിശയകരമായ
നമ്മൾ കാണുമ്പോൾ നമുക്ക് തന്നെ ദൈവത്തിൻ്റെ എന്താ പറയുക വിശ്വാസത, അവൻ്റെ വിശ്വസ്തയൊക്കെ നമുക്കറിയാതെ അവനെ നമ്മൾ ആരാധിച്ചു പോകും നമ്മൾ അവൻ്റെ മഹത്വം കാണുമ്പോൾ. എത്ര ഞാൻ വിട്ടുപോകും, നമ്മുടെ വിഷയങ്ങൾ അതും ഇല്ലാത്തതുകൊണ്ട് വിട്ടുപോകുകയാണ്. എന്നിട്ട് പറയുക, എന്നിട്ടാണ് അരിവാൾ ഇടുവിൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഒരു 3-4 ആഴ്ചക്ക് മുമ്പ് 2 കൊയ്ത്തിനെ കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു. ഓർമ്മയുണ്ടോ? മറന്നുപോയി. എന്തൊക്കെയാ കേൾക്കട്ടെ? പറഞ്ഞു നീ എൻ്റെ ശിഷ്യനാടാ, പറഞ്ഞോ. ഞാൻ പോയാലും കർത്താവ് എന്നെ കൊണ്ട് പോയാലും അടുത്ത ആളെ ഏൽപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ. അല്ല കറതുകിരണന്മാരല്ലേ, കഴിഞ്ഞ സൺഡേ പ്രസംഗിച്ചാൽ ഉഷാറായിരിക്കാം. എന്തോ കേട്ടെ പോട്ടെ. ഒന്ന്, നേരത്തെ പറഞ്ഞതുപോലെ മുദ്രയേൽക്കാതെ സ്ത്രീ സഭയാകുന്ന സ്ത്രീയുടെ ശേഷിപ്പുള്ളവൾ, ഓർമ്മയുണ്ടല്ലോ അല്ലേ? ശേഷിപ്പുള്ള ചിപ്പേക്കാതെ രക്തസാക്ഷികളായ ആൾക്കാരെ ഒരു ദൂതൻ വന്ന് ആ കോങ്കത്തി എറിഞ്ഞ് അതിനെ എല്ലാ 60 മുതൽ 60 വരെ എല്ലാവരെ ചേർത്തുകൊണ്ട് പോകുന്ന ഒന്നിനെ കുറിച്ച് നാം പഠിച്ചു. മറ്റൊരു ദൂതൻ കടന്നു വന്ന് കോങ്കത്തി എറിഞ്ഞു. അത് എന്താണെന്നറിയാമോ? ജാതികളെ ന്യായം വിധിക്കാൻ വേണ്ടിയാണ്. പഠിച്ചതൊക്കെ ഓർമ്മയില്ല, എന്നാലും ഓർമ്മയുള്ളവർക്ക് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് അതാ പറയുക, കരിവാളിടുവിൻ, പഴയ വാക്ക് സെയിം വാക്ക്. കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു, വന്ന് ചവിട്ടുവിൻ, ചക്ക് നിറഞ്ഞിരിക്കുന്നു, തൊട്ടികൾ കവിഞ്ഞിരിക്കുന്നു, അവരുടെ ദുഷ്ടത വഴുതല്ലോ, ദൈവം ജാതികളെ ന്യായം വിധിക്കാൻ പോകുന്നു. മത്തായി 24-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ അധ്യായം വായിക്കുമ്പോൾ ഈ വാക്കുകളൊക്കെ അവിടെ കാണാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? ന്യായവിധി എന്ന് പറയുന്ന വാക്ക് പല ന്യായവിധിയെ ബൈബിൾ വായിക്കുമ്പോൾ ന്യായവിധി എന്ന് മാത്രമേ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ. ഈ 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5:10 ഇങ്ങനെ പറയുന്നുണ്ട്, നല്ലവരുടെ പേരിൽ നീതിമാന്മാരുടെ പേരിൽ നീതി കെട്ടവരുടെ. ആ വാക്യം വായിക്കാമോ? 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2 കൊരിന്ത്യർ ലേഖനം അതല്ലേ കറക്റ്റ്. ക്രിസ്തുവിന്റെ ന്യായാസനം, ആ വാക്ക് അവിടെ എഴുതിക്കുന്ന വാക്ക് ഭീമ എന്ന ഗ്രീക്ക് വാക്കാണ്. പക്ഷേ മത്തായിയിൽ പറയുന്ന ന്യായവിധി അല്ലെങ്കിൽ സിംഹാസനം എന്ന് പറയുന്നത് അത് വേറെ സിംഹാസനമാണ്. ഇതിന് പ്രതിഫലത്തോടുള്ള ബന്ധത്തിലാണ്. 2 അർത്ഥമുണ്ട്, ഞാൻ വിട്ടുപോകുക. ഇത് ഗ്രീക്കിൽ കിടക്കുന്ന ഭീമ എന്ന വാക്കാണ്. ഇത് പ്രതിഫലത്തോടുള്ള വാക്കാണ് നമ്മൾ ചെയ്ത്. പക്ഷെ മറ്റതല്ല, മറ്റത് ന്യായവിധിയാ, ഒറിജിനൽ ന്യായവിധി. അത് ത്രോണോസ് എന്നാണ് പറയുന്നത്. ത്രോണോസ് വായിച്ചവർക്കൊക്കെ അറിയാൻ പറ്റും. മത്തായി 25-ാം അധ്യായമൊക്കെ പഠിക്കുമ്പോൾ ത്രോണോസിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് അവിടെ. ഓക്കെ, വിട്ടുപോകുക. ആ വാക്യമാണ് ഇവിടെ കടന്നു വരുന്നത്. യോവേൽ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത് ആ വാക്യമാണ്. നമുക്ക് ആഴമായി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ജസ്റ്റ് വിട്ടുപോകുകയാണ്. അപ്പോൾ ആ ന്യായവിധി, ജാതികളെ ന്യായം വിധിക്കുന്ന ന്യായവിധി ആയിരിക്കും ഏത്? ആ ത്രോണോസ്. ഇത് ഭീമ എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ വാക്കുകൾക്ക് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞൊരു മനോഹരമായൊരു ടോപ്പിക് നമുക്കുണ്ട്. നമ്മുടെ ശിക്ഷാവിധിയെക്കുറിച്ച് അല്ലെങ്കിൽ ന്യായവിധിയെക്കുറിച്ച്, കഴിഞ്ഞുപോയ ന്യായവിധി, ഇപ്പോൾ ദൈവം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ന്യായവിധിയുണ്ട്, ശിക്ഷാവിധിയൊക്കെയുണ്ട്. അറിവുകൾക്കായി സ്തോത്രം ചെയ്യുന്നു അല്ലേ? ഇനി വരാൻ പോകുന്ന ഒട്ടനവധി ന്യായവിധികൾ വേറെയുണ്ട്, ശിക്ഷാവിധിയും വേറെയുണ്ട്. അതിനെക്കുറിച്ച് സമയം അനുവദിച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും നാളുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് ആ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നേരത്തെ പറഞ്ഞ രണ്ട് കോങ്കത്തി എറിഞ്ഞ് ദൈവം തൻ്റെ മക്കളെ ചേർക്കുന്നതായിട്ട് നമുക്ക് നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച മോൻ പറഞ്ഞ അതേ വാക്യം അല്ലേ? വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 9 മുതൽ 16 വരെ പഠിക്കുമ്പോൾ 15-ാം വാക്യം പറയുന്നു, മറ്റൊരു ദൂതൻ അല്ലേ ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ട് മേഘത്തിന്മേൽ ഇരിക്കുന്നവനോട് കൊയ്ത്തിന് സമയം വന്നതുകൊണ്ട് നിന്റെ അരിവാൾ അഴച്ച് കൊയ്യുക. അത് ഏത് കൊയ്ത്താ? കൈവിടപ്പെട്ടുപോയ രക്തസാക്ഷികളായി, ചിപ്പെക്കാതെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ കുറിച്ച് അല്ലേ? അരിവാൾ അയച്ചു കൊയ്യുക, ഭൂമിയിലെ വിളവ് വിളഞ്ഞിരിക്കുന്നു എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് പറയുക, കൊയ്ത്ത് നടന്നു വാക്യം 16 കാണാൻ കഴിയും. വാക്യം 17 മറ്റൊരു ദൂതൻ, ആ ദൂതൻ പറഞ്ഞ വാക്യമാണ് യോവേൽ പ്രവാചകൻ ഇപ്പൊ പറയുന്നത് അല്ലേ? ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുള്ളൂ നിങ്ങൾക്ക്? വളരെ സിമ്പിളായിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് ഞാൻ സംസാരിക്കും നിങ്ങളോട്. ഓക്കെ, ഈ രണ്ടാമത്തെ മറ്റൊരു ദൂതനെ കുറിച്ച് പറയുന്നതാണ് യോവേൽ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്. ദുഷ്ടന്മാരുടെ ന്യായവിധി. വേറൊരു ദൂതൻ യാഗപീഠത്തിൽ നിന്ന് പുറപ്പെട്ട് മൂർച്ചയുള്ള കോങ്കത്തി പിടിച്ചിരിക്കുന്നവനോട്, ഭൂമിയിലെ മുന്തിരിങ്ങ പഴുത്തിരിക്കിയാൽ നിന്റെ മൂർച്ചയുള്ള കോങ്കത്തി അയച്ച മുന്തിരിവള്ളിയുടെ കുല ആർക്കുക എന്ന് വിളിച്ചു പറഞ്ഞു. ഇത് തേനിയിലെ മുന്തിരിക്കൊല്ലുടെ കാര്യമല്ല പറയുന്നത്. ഞങ്ങൾ തേനിയിലേക്ക് പോകുമ്പോൾ നിറച്ച് മുന്തിരിത്തോട്ടങ്ങളാണ് നിറച്ച്, അതല്ല ഇത്. ദുഷ്ടന്മാർ
അവരുടെ ദുഷ്ടത വിളഞ്ഞിരിക്കുന്നു. അല്ലേ? 400 വർഷം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നു. അതിൻ്റെ എന്തുകൊണ്ട് ഇത്രയും വർഷം അവർ മിസ്രൈം അടിമകളായിരുന്നു എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. അവിടെ എന്ന് പറഞ്ഞാൽ കനാൻദേശത്ത് താമസിക്കുന്ന 7 മല്ലന്മാരായ ജാതികളുടെ പാപം പെരുക്കാൻ വേണ്ടിയാ. എവിടെയൊക്കെ ഈ ഭൂമിയിൽ എവിടെയൊക്കെ പാപം പെരുകി മൂത്തിരിക്കുന്നുവോ അവിടെയൊക്കെ ദൈവത്തിന് ന്യായവിധി ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ഈ ഇടക്ക് കൊറോണക്ക് മുമ്പ് ഒരു സാധനം വന്നില്ലേ, ഈ പുഴയുടെ സൈഡിൽ കൂടി സുനാമി അല്ലേ? ചിലക്ക് മറവി നല്ലതാ ചിലക്ക് അല്ലേ? കൊറോണ അല്ല, സുനാമി അടച്ചത് എവിടേക്കാണ് സുനാമി വന്നത്? സുനാമി വന്ന ഓരോ ഹിസ്റ്ററി നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ ദൈവവചനം ആഴത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളെടുത്ത് പഠിച്ചോ. ആ സുനാമി വന്നതൊക്കെ മ്ലേച്ഛതയേറിയ ദുഷ്ടതയുടെ പൂർണ്ണത പ്രാപിച്ചതാണ്. കൊച്ചിയും പേടിക്കണ്ട, വരുന്നാൾ ഒട്ടും വൈകാതെ കൊച്ചിയിലും ദൈവത്തിന്റെ ദുഷ്ടതയുടെ ന്യായവിധി വന്നിരിക്കും. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക്. ഓക്കെ, വിട്ടുപോകുക. കാരണം എവിടെയൊക്കെ പാപം പെരുകുന്നുവോ, അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ 400 വർഷം അടിമകളായിരുന്നപ്പോൾ എന്തുകൊണ്ടായിരുന്നു എന്ന് ഇത്രയും ദീർഘിപ്പിച്ചതെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. അവിടെ പാപം മുഴുക്കേണ്ടതിന്, പെരുകേണ്ടത്. അത് തന്നെ ഇവിടെ പറയുന്നത് അല്ലേ? ആ മുന്തിരി കുല അറുക്കുക വിളിച്ചു പറഞ്ഞെന്നൊക്കെ കാണാൻ കഴിയും നമുക്ക്. സഖരിയാ പ്രവാചകൻ 12 അധ്യായം 9 മുതൽ 11 വരെ പഠിക്കുമ്പോൾ പ്രവാചകനായ സഖരിയാവ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: അന്നാളിൽ ഞാൻ യെരൂശലേമിന് നേരെ വരുന്ന സകല ജാതികളെയും എന്ന് പറഞ്ഞാൽ യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ ഒന്നാമത് എതിർ ക്രിസ്തുവിൻ നേതൃത്വത്തിൽ യൂറോപ്യൻ കൺട്രീസ് തന്നെ വരും. കാരണം അല്ലേ, ഇസ്രായേൽ നേരെ. കാരണം യഹൂദന്റെ ആലയത്തിൽ കയറിയിരിക്കാൻ പോകുമ്പോഴാണ് ഇവിടെ കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ അഴച്ച് അവർക്ക് സുബോധം കൊടുക്കുന്നത് അല്ലേ? ആ സമയത്ത് അവർ മുദ്രയിട്ട് ദൈവം മാറ്റുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ കോപം ജ്വലിക്കുകയാണ്. അവർ യൂറോപ്യൻ കൺട്രീസിലുള്ള അനേക യൂറോപ്യൻ ജനങ്ങളുമായിട്ട് അവർ ഇസ്രായേൽ നേരെ കടന്നു വരും. മനസ്സിലാവുന്നുണ്ടോ? ഒരു സൈഡ്. മറു സൈഡിൽ ഇസ്രായേലിന് ചുറ്റുമുള്ള 22 അറബ് രാജ്യങ്ങൾ അവർ വലിയ സമൂഹമായി അവരും ഇസ്രായേൽ നേരെ കടന്നു വരും. ഇപ്പൊ ഞാൻ പറയാം, വടക്കേ അറ്റത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ പഴയ നിയമം പഠിക്കുന്നവരാണെങ്കിൽ തെക്കേ രാജ്യം വടക്കേ രാജ്യം എന്ന് മനോഹരമായൊരു വചന പഠനം കാണാൻ കഴിയും. തെക്കേ രാജ്യത്തിലെ പെണ്ണിനെ വടക്കേ രാജ്യത്തിലെ പുരുഷന് കൊടുത്തു, രാജകുമാരന് കൊടുത്തു. അവിടുത്തെ രാജകുമാരിയെ ഇവിടുത്തെ തെക്കേ രാജ്യത്തെ രാജകുമാരന് കൊടുത്തൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു മനോഹരമായൊരു ചിന്താവിഷയം നമുക്ക് പഴയ നിയമത്തിൽ പ്രവാചകന്മാരുടെ പുസ്തകം പഠിച്ചാൽ കാണാൻ കഴിയും. നോക്കി, അതിൻ്റെയൊക്കെ വടക്കേ അറ്റത്ത് നിന്ന് റഷ്യ എന്ന് പറയുന്ന, ഇപ്പം അതിനെക്കുറിച്ച് അല്പം എടുക്കും, പറയുന്ന ഒരു വലിയ കൂട്ടം സൈന്യങ്ങൾ അവിടുന്ന് കടന്നു വന്ന് ഇസ്രായേൽ മണിപ്പന്തലിടുമെന്ന ബൈബിളിലെ വാക്ക് പ്രവചനസം പഠിക്കുന്നവർക്ക് അറിയാൻ കഴിയും. മണിപ്പന്തലിട്ട് വെക്കും. എവിടെയാ? ഇസ്രായേലിന് അവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ബൈബിളിലെ വാക്യങ്ങളൊക്കെ മണിപ്പന്തലിനായിരിക്കും. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം നമുക്കതല്ല. അവരുടെ ഫോഴ്സിന്റെ ടെന്റാണത്. എന്തായാലും പറയും, ഫോഴ്സിന്റെ എന്താ പറയുക, പറയില്ലേ, പട്ടാളക്കാരുടെയൊക്കെ അത് പറയില്ലേ? ഓക്കെ, ഓർമ്മ വരുന്നില്ല, നല്ല വാക്കത്. എന്തുമാകട്ടെ, സഖരിയാവ് എഴുതി വെച്ചിരിക്കുക: അന്ന് നേരെ വരും, സകല ജാതികളെയും നശിപ്പിക്കാൻ നോക്കും. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയവങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കും. ആദ്യജാതനെ കുറിച്ച് വിസ്തരിക്കുന്ന പോലെ അവർ അവനെക്കുറിച്ച് വിസ്തരിക്കും. അന്നാളിൽ എന്താ പറയാ, അന്നാളിൽ മെദിഗോ താഴ്വരയിലുള്ള ഹദദ് റിമ്മോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടായിരിക്കും. എവിടെയാ? മെദിഗോ താഴ്വര. നമ്മൾ നേരത്തെ വായിച്ചത് എങ്ങനെയാ? അവിടെ വേറൊരു വാക്യം നമ്മൾ വായിച്ചല്ലോ, യഹോശാഫാത്ത് താഴ്വര. യഹോശാഫാത്ത് താഴ്വര അല്ലെങ്കിൽ മെദിഗോ താഴ്വര എന്ന് പറയുന്ന ആ സ്ഥലത്ത് ജാതികളെ, ഈ ഭൂമിയിലെ സകല രാജ്യത്തു നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ എന്താ പറയുക, ഇസ്രായേൽ നേരെ യുദ്ധത്തിന് വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ഇറങ്ങി വന്ന് തൻ്റെ ഒറ്റ ശ്വാസത്താൽ ഒടുങ്ങിക്കളയുമെന്ന ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൻ്റെ രക്തത്തിൻ്റെ കണക്ക് പറഞ്ഞാൽ, കുതിരയുടെ കടിവാളം എന്ന് പറഞ്ഞാൽ ഒരു നല്ല ലക്ഷണമൊത്തൊരു കുതിര, അതിൻ്റെ ഹൈറ്റ് നമുക്ക് ഹിസ്റ്ററി നോക്കി പഠിച്ചാൽ കാണാൻ കഴിയും. നല്ല ലക്ഷണമൊത്ത മിസ്രൈമിലെ കുതിരയെ പോലെയുള്ള ആ കുതിരയുടെ കടിവാള് എന്ന് പറഞ്ഞാൽ കൂമ്പിൽ ഇവിടുത്തെ കുതിരേ ഈ ഉച്ചി വരെ അത്രയും 200 നാഴിക അത്രയും കനത്തിൽ രക്തമൊഴുകുമെന്നാണ് പറയുന്നത്. അത്രയും ഭയാനകമായ യുദ്ധമായിരിക്കും തേർഡ് വേൾഡ് വാർ. അതിലൊടുക്കത്തിൽ കർത്താവ് തൻ്റെ വിശുദ്ധി നമ്മളുണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ വേണ്ട പോട്ടെ, കർത്താവ് കടന്നു വരും തൻ്റെ വിശുദ്ധന്മാരുമായിട്ട്. ഓക്കെ, വന്നിട്ട് അവരെ തകർത്ത്
ആ ആ ഭൂമിയിലെ ജാതികളൊക്കെ ന്യായം വിധിച്ച് തീർക്കുമെന്നാണ് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്നു? നമ്മുടെ വിഷയം നിത്യത മുതൽ നിത്യത വരെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3.5 വർഷം കഴിഞ്ഞു, രണ്ടാമത്തെ 3.5 വർഷവും ഇതേ കഴിഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ, അല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ച ഒരു ചിന്തയായിരുന്നു, ആദ്യത്തെ 3.5 വർഷം അല്ലെങ്കിൽ കർത്താവ് ഇപ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോൾ തൻ കള്ളനെ പോലെ വരുന്നൊരു മണവാളിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അർദ്ധരാത്രി വരുന്ന മണവാളിനെ കുറിച്ചും വാക്യങ്ങളൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്, പക്ഷേ രണ്ടും രണ്ട് തന്നെയാണ്, അല്ലേ? കള്ളനെ പോലെ വരുന്ന കർത്താവ് വന്നിട്ട് തൻ്റെ മണവാട്ടിയെ, ജയാളികളെ, സഭയെന്ന് പറയുന്ന സ്ത്രീ, അല്ലേ, ആ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന, സ്ത്രീ പ്രസവിക്കുന്ന, വെളിപ്പാട് ദിവസം 12-ാം അധ്യായം അതിന് 5-ാം വാക്യം മുതൽ താഴേക്ക് പഠിക്കുമ്പോൾ സഭയാകുന്ന സ്ത്രീ പ്രസവിക്കുന്ന ആൺകുട്ടിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് കർത്താവ് അനുവദിച്ചാൽ, ഇവിടെ ഉണ്ടോ എനിക്ക് അറിയത്തില്ല, ഇല്ലെങ്കിൽ ഞാൻ കർത്താവ് അനുവദിച്ചാൽ എപ്പോഴും പഠിക്കാം. ആ ഒരു ആൺകുട്ടി ചെങ്കോൽ കൊണ്ട് ഭരിക്കുവാനിരിക്കുന്ന ആൺകുട്ടി, ഈ പ്രപഞ്ചം മുഴുവനും കർത്താവിനോട് കൂടി ഭരിക്കാൻ പോകുന്ന ഒരു യഥാർത്ഥമായ ജയാളികളെ ചേർത്തുകൊണ്ട് കർത്താവ് പോകും, അല്ലേ? പഠിച്ചതാ. അതിനുശേഷം ആ സ്ത്രീ, സഭ കൈവിടപ്പെട്ടു പോകുമെന്ന് നമ്മൾ പഠിച്ചു. ആണല്ലോ, സഭ എന്ന് പറഞ്ഞാൽ ജലികരുമുണ്ട്, ആത്മീയനൊക്കെയുള്ള അല്ലെ, ആത്മീയന്മാരെ കൊണ്ടുപോകും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ 25-ാം അധ്യായം മത്തായിയെക്കുറിച്ച് പഠിക്കുമ്പോൾ 10 കന്യകമാരെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അത് വിളക്കെടുത്തവരും എണ്ണയെടുത്തവരും എടുക്കാത്തവരും. ആ എടുക്കാത്തവരെ കുറിച്ച് ഞാൻ പറയുന്നത്. കൈവിടപ്പെട്ടു പോയവർ, അവർക്കും രക്ഷയുണ്ട്, പുത്രത്വം കിട്ടത്തില്ല, ദാസത്വം. അബ്രഹാമിനോടുകൂടെ കിഴക്ക് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് പന്തിക്കിരിക്കും. നമ്മളായിട്ടൊക്കെ പറഞ്ഞ് ശീലിച്ചു പോയേക്കണം. നമ്മളല്ലത്, നമ്മൾ പന്തിക്കിരിക്കുന്നവരില്ല, നമ്മൾ മണവാളനോട് കൂടി സ്റ്റേജിലിരിക്കുന്നവരാണ്. അത് വെളിപ്പാട് കിട്ടിയവർക്കായി സ്തോത്രം. നമ്മൾ ഈ തരണമേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ ദാസന്മാരുടെ പ്രാർത്ഥന പ്രാർത്ഥിച്ച് നമുക്ക് പലപ്പോഴും ദാസത്വ സ്വഭാവവും നമുക്ക് എല്ലാവർക്കും, അല്ലേ? ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കത്തില്ല. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷ ഭാഗം, അല്ലേ? ദാസൻ എന്നേക്കും, മക്കളോ എന്നേക്കും വീട്ടിൽ അപ്പന്റെ ഭവനത്തിൽ സ്വർഗീയ സിയോണിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ വിട്ടുപോകുക. അപ്പോൾ ആ സ്ത്രീയുടെ ശേഷിപ്പിന്റെ അവർ അടുത്ത 3.5 വർഷക്കാലം എതിർ ക്രിസ്തു ചിപ്പ് നിർബന്ധമാക്കും. നമ്മൾ അതിനെക്കുറിച്ച് അല്പം ആഴമായി പഠിച്ചതാണ്, അല്ലേ? കഴിഞ്ഞ നാളുകളിൽ ഒരു 2-3 മാസങ്ങൾക്കൊക്കെ മുമ്പേ അത് പഠിച്ചതാണ്. ചിപ്പ് നിർബന്ധമാക്കും, പക്ഷേ ചിപ്പേക്കാതെ രക്തസാക്ഷികളാകുന്ന ഒരു വലിയ പുരുഷാരം വെളിപ്പാട് 7-ാം അധ്യായത്തിൽ പറയുന്നു, മഹാപുരുഷാരം കുരുത്തോലയിരിക്കുന്നു. അവർ എവിടെ നിന്ന് വന്നു? കുഞ്ഞാടിന്റെ, അല്ലേ, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരെ കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കിയെ അലക്കി വെളുപ്പിച്ചവർ എന്ന് വെളിപ്പാട് 7-ാം അധ്യായത്തിൽ 9, 10, 11-ാം വാക്യം താഴേക്ക് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അല്ലേ? പഠിച്ചത് ഓർമ്മയുണ്ടോ? അവര് ആദ്യത്തെ 3.5 വർഷക്കാലത്തിൽ ചിപ്പേക്കാതെ കൈവിടപ്പെട്ടു പോയ, അല്ലേ, വിശുദ്ധന്മാർ, രക്തസാക്ഷികളായ, അവർക്ക് രക്ഷയുണ്ട്. വിശ്വാസത്തിൽ മാത്രമല്ല, വിശ്വാസം വേണം അവർക്ക്, പക്ഷേ അവരുടെ രക്ഷ സഹിഷ്ണുത കൊണ്ടാണെന്നും പഠിച്ചത് ഓർമ്മയുണ്ടോ? ഈ സാധനം ഏൽക്കാതെ, ചിപ്പേക്കാതെ അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവർ, വാക്ക് ശ്രദ്ധിക്കണം, അന്ത്യത്തോളം സഹിച്ചു നിൽക്കുന്നവർ. മത്തായി 24-25 വാക്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വാക്യം കാണാൻ കഴിയും. നമ്മളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ വിചാരിക്കും നമ്മളെക്കുറിച്ചാണ്, അല്ല. സഹിച്ചു നിൽക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഈ വാക്കുകളൊക്കെ നിങ്ങൾക്ക് 24-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. മത്തായി ഓരോ വാക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട്, അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. അങ്ങനെ ആഴ്ച ആ മധ്യത്തിൽ കർത്താവ് വീണ്ടും ഇറങ്ങി വരും. കള്ളനെപ്പോലെ വന്ന് കർത്താവ് നമ്മെ ചേർത്തുകൊണ്ട് പോകും. ഇവിടെ നിന്നല്ല, ഇപ്പം ആരുമില്ലല്ലോ, ആരും ആമയും പറഞ്ഞില്ല. അപ്പം വേറെ ആൾക്കാരെ ചേർത്തുകൊണ്ട് പോകും, അല്ലേ? വേറെ ആൾക്കാരെ ചേർത്തുകൊണ്ട് പോകും. വീണ്ടും കള്ളനെപ്പോലെ വരുന്ന മണവാളിനെ കുറിച്ചല്ല, അർദ്ധരാത്രി വരുന്ന മണവാളിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഓർമ്മയുണ്ടോ? അതും കർത്താവ്. അപ്പൊ വ്യത്യസ്തമായ വരവുകൾ അവൻ വരുന്നത് അർദ്ധരാത്രി വരുന്ന മണവാളെന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3.5 വർഷം, രണ്ടാമത്തെ 3.5 വർഷം അതിൻ്റെ മധ്യത്തിൽ വരുമ്പോൾ അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. കർത്താവ് അർദ്ധരാത്രി വരുന്ന മണവാളിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 2 കാര്യം സംഭവിച്ചു. കഴിഞ്ഞ ദിവസം പഠിച്ചതാ, അല്ലേ? ഒന്ന്, എതിർക്രിസ്തു ആ 3.5 വർഷക്കാലത്തിൽ എതിർക്രിസ്തുമായിട്ട് ടൈപ്പായിട്ട് യഹൂദന്മാർ ആലയം പണിത് അവർ മനോഹരമായ ജീവൻ നയിക്കുമ്പോൾ ആ 3.5 വർഷത്തിന് ഒടുവിൽ അവൻ കയറി ആലയത്തിൽ കയറിയിരുന്ന് എന്നെ ആരാധിക്കാൻ പറയും, അല്ലേ? എന്നെ ആരാധിക്കാൻ പറയുമ്പോൾ ആ സമയത്താണ് കൃപയുടെയും യാചനയുടെയും ആത്മാവിനെ ഇഴക്കുമ്പോൾ അവർ കുത്തിയവങ്കിലേക്ക് നോക്കുന്നത്. ഒരു സൈഡിൽ യഹൂദന്മാരെ കുറിച്ച്,
മറുസൈഡിൽ രക്തസാക്ഷികളായ ഒരു വലിയ കൂട്ടം ജനം. വെളിപ്പാട് 7-ാം അധ്യായത്തിൽ മഹാപുരുഷാരം, വാക്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി ഇവിടെ അല്ലേ, വെളിപ്പാട് 7-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? ഒരു മഹാപുരുഷാരം കുരുത്തോലയേന്തിരിക്കുന്നു. അവർ എവിടെ നിന്ന് വന്നതാ? മഹാകഷ്ടം അല്ലേ, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. അവർ കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി അലക്കി വെളുപ്പിച്ചവർ. മനസ്സിലാവുന്നുണ്ടോ? അവരെ ചേർപ്പാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. എപ്പോൾ? അർദ്ധരാത്രി വരുന്ന മണവാളൻ. ആരെ ചേർപ്പാൻ വേണ്ടിയാ? നമ്മളെ അല്ല, പേടിക്കണ്ട. നമ്മൾ വിശ്വസിച്ചാൽ, നമ്മളതാ വിശ്വസിക്കുന്നെങ്കിൽ നമ്മൾ അങ്ങനെ പോകത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് പുതിയ നിയമസഭക്കാരോട് മാത്രമല്ല, പഴയ നിയമത്തിൽ ഉൽപ്പത്തി മുതൽ ഒരു വാക്ക് ആവർത്തിച്ച് നമ്മൾ പറയുന്നുണ്ട്. നമുക്കൊക്കെ നോക്കാനും കേൾക്കാനും നേരമില്ല. അവൻ്റെ സകല പരിജ്ഞാനത്തിലും വളർന്നു വരുവീൻ. വാക്യം വായിച്ചിട്ടുണ്ടോ? വായിച്ചതൊക്കെ ഉണ്ട്, നമ്മളൊക്കെ റെഡിയാ. പക്ഷേ പരിജ്ഞാനം നമുക്ക്, അവർ പരിജ്ഞാനം ത്യജിക്കൊണ്ട് എന്ന വാക്യമാണ് ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുന്നത് അല്ലേ. അവർ പരിജ്ഞാനം ത്യജിക്കൊണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞ നമ്മുടെ കൊച്ചു പാസ്റ്റർ പറഞ്ഞ പോലെ, ഈ പാസ്റ്ററോടാ പാസ്റ്റർ പരിജ്ഞാനമില്ലായ്കയും നശിച്ചു പോകുന്നു. അവൻ ഇംഗ്ലീഷും പറഞ്ഞു, വേർ ദർ ഇസ് നോ വിഷൻ ദ പീപ്പിൾ പെരിഷ് അല്ലേ. ദർശനമില്ലാകിയാൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് നമുക്ക് ആവശ്യം. സഹോദരങ്ങൾ, ഞാൻ വീണ്ടും നല്ല ഹൃദയ നുറുക്കത്തോടെ പറയുക, നമുക്കാവശ്യം ദൈവത്തെക്കുറിച്ച്, നമ്മുടെ അപ്പനെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് വേണ്ടത്. ഹല്ലേലൂയ. നമ്മൾ അടിവരയിട്ട് ഓരോന്നായി പഠിച്ചു വരും. നമ്മുടെ ഉത്തരവാദിത്വം അതുകൊണ്ടാണ് അവൻ്റെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിപ്പിന്ന് കർത്താവ് നമ്മോട് പറഞ്ഞത്. അങ്ങനെയല്ലേ പറഞ്ഞത്? മത്തായി 6:33 പറയുക, ആദ്യം രാജ്യവും. നമുക്കത് അന്വേഷിക്കാൻ കഴിയാതെ നമുക്ക് നമ്മുടെ ബിസിനസ്സും വീടും നമ്മളെക്കുറിച്ച് അന്വേഷിച്ചങ്ങ് പോയി. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? നമ്മൾ പരിജ്ഞാനത്തിൽ വളർന്നില്ല. നമ്മൾ ആരെന്ത് പറഞ്ഞാലും ആമേൻ പറയും. പിശാച് പിടിച്ചവൻ എന്ത് പറഞ്ഞാലും ആമേൻ പറയും. ഒരു വിശുദ്ധൻ വന്ന് നിത്യത്തെക്കുറിച്ച് പ്രസംഗിച്ചാലും പറയും ആമേൻ പറയും. കാരണം ഉറപ്പില്ല, എല്ലാം ഇങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. അതിന് ദിവസം നമ്മുടെ കൂടെ നടക്കുന്നത് നമ്മുടെ സഹോദരങ്ങളോട് ഞാൻ പറഞ്ഞതാ, പ്രതിമകൾ ഇപ്പം റോഡ് സൈഡിൽ പരസ്യം കണ്ടോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരസ്യമാണത്. ഇപ്പം ഏഷ്യനെറ്റിൻ്റെ പരസ്യമാണോ അതോ ഏഷ്യനെറ്റിൻ്റെ പരസ്യമാണോ മലയാള മനോരമയുടെ എന്തോ ഒരു പരസ്യമുണ്ട്. ഇപ്പോൾ ഇങ്ങനെയാ, പ്രതിമകളാകരുത്, പ്രതികരിക്കണം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വാക്യം. മലയാള മനോരമയുടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രതിമകളാകരുത്. പ്രതിമകളാകുന്നത് എന്താണെന്ന് അറിയാൻ പറയും. പ്രതിമകളാകണമെന്ന് നമുക്ക് സത്യം അറിയത്തില്ല. ആരെന്ന് പറഞ്ഞാൽ നമ്മൾ ആമേൻ പറയും. വേണ്ടുന്നില്ലല്ലോ. നമ്മളെ കേട്ടിരിക്കുന്നത് ചോദിക്കാൻ പാടില്ല, അവർ ദൈവം അയച്ച ദാസന്മാരാ, അവരെന്ത് പറഞ്ഞാലും നമ്മൾ അവരോട് ചോദിക്കാൻ പാടില്ല, ദൈവകോപം ഉണ്ടാവും നമുക്ക്. എന്തൊക്കെ ബോഷത്തോടെ നമ്മളെ പേടിപ്പിച്ചിട്ടിരിക്കുക. ആരെന്ത് പറഞ്ഞാലും അയ്യോ അവർ ദൈവദാസന്മാരാ, അവരോട് നമുക്ക് എതിർത്ത് ചോദിക്കാൻ പാടില്ല. എതിർത്ത് ചോദിക്കുകയില്ല. തെറ്റാണോ ശരിയാണോ ചോദിക്കുക. നമ്മുടെ കർത്താവ് ആലയത്തിൽ കയറി ചാട്ടവാറിന് അടിച്ചത്. ഒന്നും മിണ്ടുന്നില്ല, നിങ്ങൾ പേടിച്ചോ? വെളിപ്പാട് പുസ്തകം 7 സഭയോട് ദൂത് പറയുമ്പോൾ അവരെ കള്ളനെന്ന് കണ്ട്, കള്ളപ്പോസ്തലനെന്ന് കണ്ട് അവരെ പുറത്താക്കി എന്നാ പറയുന്നത്. എന്താ ബൈബിൾ വാക്യല്ലേ അതൊക്കെ? ബൈബിൾ വാക്യല്ലേ? ഇതിന് പരിജ്ഞാനം വേണം നമുക്ക്. നീതിയുള്ള ദൈവരാജ്യത്തെ നീതിയെക്കുറിച്ച് ആ ലോ ആൻഡ് ഓർഡർ നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഏത് കള്ളം വന്നാലും കള്ളത്തരമാണ് പാസ്റ്റർ എന്ന് പറയാൻ സങ്കോചം ഉണ്ടാകണം നമുക്ക്. പ്രതിമകളാകരുത്. ഞാൻ വീണ്ടും പറയുന്നു, പരസ്യം പറയുക, പ്രതിമകളാകരുത്, പ്രതികരിക്കണം. അറിവില്ലാത്ത പ്രതികരിച്ചത് അവസരം അടി കിട്ടും. ഞാൻ പറഞ്ഞു കേൾക്കാം, നമുക്ക് അറിവുണ്ടാകണം. നമ്മൾ അതാ പറഞ്ഞ് വേദവസം പഠിപ്പിക്കുന്നത്, നമ്മ പരിജ്ഞാനത്തിൽ വളർന്നു വരണം. നമ്മൾ ഒരുത്തരം നമ്മുടെ മുമ്പിൽ നിൽക്കത്തില്ല. എൻ്റെ ജീവിതമാണ് ഇന്ന് വരെയുള്ള ജീവിതം. ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ട്? ഹല്ലേലൂയ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ ഈ മധ്യത്തിൽ ഒരു അർദ്ധരാത്രി വരുന്ന മണവാളിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. അത് നമ്മളെ ചേർപ്പാൻ അല്ല, കൈവിടപ്പെട്ടു പോയവരെ കുറിച്ച് ചേർപ്പാൻ വേണ്ടി അല്ലേ. അന്ന് 2 കാര്യം സംഭവിക്കും. ഒന്ന്, യാചനയുടെയും കൃപയുടെയും ആത്മാവിനെ അഴച്ച് എതിർക്രിസ്തു ആലയത്തിൽ കയറിയെന്ന് അവൻ നമസ്കരിക്കാൻ പറയുമ്പോൾ അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ഇസ്രായേൽ മക്കളെ 1,44,000 പേരെ മുദ്രയിട്ട് അവർ മാറ്റും. മറുസൈഡിൽ കുത്തിയവങ്കിലേക്ക് നോക്കുന്നവർ, ബാക്കി ശ്രദ്ധിച്ചോ, കുത്തിയവങ്കിലേക്ക് നോക്കുകയാ. അങ്ങനെ നോക്കട്ടെ ഇവർക്ക്. ഓക്കെ. രണ്ടാമത് പുരുഷാലം കുരുത്തോലയേന്തിയിരിക്കുന്നു എന്നാണ് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം പഠിപ്പിക്കുന്നത് അല്ലേ. പഠിച്ചതാ. അവരെ ചേർപ്പാൻ വേണ്ടി അല്ലേ കർത്താവ് വീണ്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ?
അവരെ ചേർപ്പാൻ വേണ്ടി കർത്താവ് മധ്യത്തിൽ അർദ്ധരാത്രി വരുന്ന മണവാളനെ പോലെ വീണ്ടും വരുന്നു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യം പറയുന്നു, വെളിപ്പാട് 15:2 അല്ലേ, ഞാൻ വലുതും അത്ഭുതമായ മറ്റൊരു അടയാളം സ്വർഗത്തിൽ കണ്ടു. ഒടുക്കത്തെ 7 ബാധയുമുള്ള 7 ദൂതന്മാരെ തന്നെ അല്ലേ, അതോടുകൂടി ദൈവക്രോധം തീർന്നു. തീ കലർന്ന പളങ്ക് കടലിൽ പോലെ ഒന്നും മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും പേരിൻ്റെ സംഖ്യയോടും ജയിച്ചവർ ദൈവത്തിൻ്റെ വീണയും പിടിച്ചുകൊണ്ട് പളങ്ക് കടലിനരികെ നിൽക്കുന്നത് ഞാനും കണ്ടു. ഇതാരാ? രക്തസാക്ഷി വലിയ കൂട്ടത്തെക്കുറിച്ച് അല്ലേ. എന്നിട്ട് വെളിപ്പാട് ദിവസം 6-ാം അധ്യായത്തിൽ നമ്മൾ ഒരു വാക്യം പഠിച്ചു, വെളിപ്പാട് 6:9 മുതൽ 11 വരെ. 5-ാം മുദ്ര പൊട്ടിക്കുമ്പോൾ അല്ലേ, 1-ാമത്തെ അധ്യായം വെളിപ്പാട് ദിവസം 1-ാം അധ്യായം എന്താ? യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് അല്ലേ, മനോഹരമായ യേശുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്ന 2-3 അധ്യായങ്ങൾ സഭയെക്കുറിച്ച് പഠിപ്പിക്കുന്ന അധ്യായങ്ങൾ, 4-5 അധ്യായങ്ങൾ വിശുദ്ധന്മാർ, സഭയിൽ നിന്ന് ജയാളികളായ വിശുദ്ധന്മാർ സ്വർഗത്തിലിരിക്കുന്നു. വായിക്കുന്നവർക്കറിയാം. ഞാനിത് പറയുന്നത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയാണ്. 6-ാം അധ്യായം മുതൽ ഭൂമിയിൽ പീഡനകാലം ആരംഭിക്കാൻ പോകുന്നു ആണല്ലോ. അവിടെ ആ 6-ാം അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ദൈവജനം നിമിത്തം തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കീഴിൽ കണ്ടു അല്ലേ. അപ്പോൾ ഒരുപറ്റം ആത്മാക്കൾ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ, പഴയ വിശുദ്ധന്മാർ, പ്രവാചകന്മാർ, അവർ ദൈവത്തിന് വചന നിമിത്തം ഛേദിക്കപ്പെട്ടു പോയവർ അല്ലേ, അവർ സ്വർഗത്തിലെ യാഗപീഠത്തിന് അടിയിൽ അവരെ കാണുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെക്കുറിച്ചല്ല, പഴയ നിയമ വിശുദ്ധന്മാർ 5-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ അല്ലേ, 1003 വർഷത്തിൽ മുദ്ര പൊട്ടിക്കുമ്പോൾ അവിടെ അവർ നിലവിളിച്ചു പറയുക. അവരിങ്ങനെ എന്താ നിലവിളിച്ചു പറയുന്നത്? വിശുദ്ധനും സത്യവാനും ആയ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതിരിക്കുമെന്ന് അവർ ഉറക്കെ നിലവിളിച്ചു പറഞ്ഞു അല്ലേ. നമ്മൾ പറയുമോ? നമ്മൾ നിലവിളിക്കുമോ? പ്രതികാരം ചെയ്യാൻ വേണ്ടി നിലവിളിക്കുമോ? ഇടക്കൊക്കെ നിലവിളിക്കും അല്ലേ, നമ്മൾ നിലവിളിക്കും ഇടക്കൊക്കെ. പക്ഷേ ഇത് നമ്മളല്ല, നമ്മൾ കർത്താവിൻ്റെ മാതൃകയാ. കർത്താവെ അവരോട് ക്ഷമിക്കണമേ. നമ്മൾ ഈ സ്തഫാനോസിന്റെ അളിയന്മാരാ നമ്മളൊക്കെ അല്ലേ. കർത്താവെ അവരോട് ക്ഷമിക്കണമേ അല്ലേ. നമ്മൾ പുതിയ നിയമസഭക്കാരാ, അവൻ്റെ മക്കളാ. നമ്മൾ കണ്ട ശത്രുക്കൾക്ക് വേണ്ടി പോരാടുവാൻ അവരെ ശപിക്കാൻ നമുക്ക് നേരമില്ല. പക്ഷേ ഇത് വേറൊരു കൂട്ടരാ. ഇവർ പറയും ഞങ്ങളുടെ രക്തത്തിന് ഞങ്ങൾ നിനക്ക് വേണ്ടി ജീവിച്ചു അല്ലേ. തൊട്ട് മോളി പറയുക, ദൈവജന നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കൾ യാഗപീഠത്തിലെ കീഴെ കാണുകയാ. അവർ ദൈവത്തോട് നിലവിളിക്കുക, ദൈവമേ നീ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്, പീഡനകാലം ആരംഭിച്ചു, നീ ചെയ്യുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ ദൈവം പറയാം. ദൈവം എന്താ പറഞ്ഞത്? അപ്പോൾ യാഗപീഠത്തിൽ കണ്ടു എത്രത്തോളം ന്യായവിധിയും പ്രതികാരം നടത്താതിരിക്കുമെന്ന് ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ അവരിൽ ഒരുത്തൻ നിലവിൽ വെള്ള നിലയങ്കി കൊടുത്തു. ഞാൻ ചെറുതാക്കി എഴുതി വെച്ചില്ല, അതുകൊണ്ട് കണ്ടുപിടിക്കാതിരിക്കുന്നത്. അവരെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നത് കൈവോളം അല്പകാലം കൂടി സ്വസ്ഥമായി പാർക്കണമെന്ന് അവർക്ക് അരുളപ്പാടുണ്ടായി അല്ലേ. അവരോട് എവിടെ പാർക്കണമെന്ന് അരുളപ്പാടുണ്ടായത്? ചോദ്യമാണല്ലേ. ഈ യാഗപീഠത്തിന് കീഴേ അവർ നിലവിളിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യണം യഹോവേ. ദൈവം പറയുന്ന, നിങ്ങൾ തൽക്കാലം ഒന്ന് ക്ഷമിക്കേ, പീഡനകാലം ആരംഭിച്ചില്ലേ, ഒരു അല്പകാലം കൊണ്ട് ക്ഷമിക്ക്. നിങ്ങളെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന സഹഭൃത്യന്മാരും സഹോദരന്മാരും വന്നത് കൈവോളം അല്പകാലം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ശാന്തമായിരിക്കുക. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങളെപ്പോലെ കൊല്ലപ്പെടുവാനിരിക്കുന്ന കൈവിടപ്പെട്ടു പോയ സഭയുടെ ശേഷിപ്പുള്ളവൾ, ചിപ്പേക്കാതെ രക്തസാക്ഷിയാകും. പഠിച്ച ക്ലാസ് ഓർമ്മയുണ്ടോ? ചിപ്പേക്കാതെ രക്തസാക്ഷികളാകുന്ന ആ പുരുഷാരം, അവരെ എപ്പോഴാണ് കർത്താവ് ചേർത്തുകൊണ്ട് പോകുന്നത്? 3.5 വർഷത്തിന് മധ്യേ. അവിടം വരെ കർത്താവിൻ്റെ പ്രതികാരകാലമില്ല. അയ്യോ, മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞത് അല്ലേ. അതുകൊണ്ട് അല്പകാലം കൂടി ക്ഷമിക്ക്. പഴയ നിയമവിശുദ്ധന്മാരുടെ കൂട്ടത്തിലേക്ക് പുതിയ നിയമസഭയിൽ നിന്നും ഒരു വലിയ പുരുഷനും വരാൻ പോവുകയാണ്. നമ്മൾ ആ കൂട്ടത്തിൽ എണ്ണപ്പെടരുത്. നമ്മൾ അവൻ്റെ പുത്രന്മാരായി അവൻ്റെ വരവിങ്കൽ തന്നെ കടന്നു പോകണം. മനസ്സിലാവുന്നുണ്ടോ? അതിനുവേണ്ടി ഒരുങ്ങാൻ വേണ്ടി നമ്മളതൊക്കെ പഠിക്കുന്നത്. അതിൻ്റെ വെളിപ്പാട് പുസ്തകം 13:7 മുതൽ 9 വരെ പഠിക്കുമ്പോൾ വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിപ്പാനും അതിന് അധികാരം ലഭിച്ചു അല്ലേ. സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരം ലഭിച്ചു. അപ്പോൾ ഇവിടെ വചനം പറയുക, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ജീവോസ്തത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ
നമസ്കരിക്കും. അപ്പോൾ ഒരുപറ്റം വിശ്വാസികൾ അവർ നമസ്കരിക്കാതെ എന്ന് പറഞ്ഞാൽ ചിപ്പേക്കാതെ, അവന്റെ പേരിന്റെ സംഖ്യയായ ചിപ്പേക്കാതെ രക്തസാക്ഷികളാകാൻ പോകുകയാണ്. എവിടെ നിന്നാണ് വരാൻ പോകുന്നത്? സകല ഗോത്രത്തിൽ നിന്ന്, സകല ജാതിയിൽ നിന്ന്. ഇത് യഹൂദന്മാരല്ലല്ലോ, ഇതെല്ലാ ജാതികളിൽ നിന്ന് വരികയാണ്. എല്ലാ ജാതികളിൽ നിന്നും വിളിച്ചിരിക്കുന്ന ഒരു ജാതി ഏതാ? ഇപ്പോ സകല ജാതികളിൽ നിന്നും വിളിച്ചിരിക്കുന്ന ഒരു ജാതി ഏതാ? സഭ. പണ്ട് ജാതികളും ഇസ്രായേലും മാത്രമായിരുന്നു ദൈവത്തിന്റെ പുസ്തകത്തിൽ കണ്ണിൽ. ഇന്ന് 3 കൂട്ടരുണ്ട്. 1 ഇസ്രായേലുണ്ട്, 2 ജാതികളുണ്ട്, അല്ലേ? 3 എല്ലാ ജാതികളിൽ നിന്നും വിളിച്ച് വേർതിരിച്ച് മാറ്റിയ അവന്റെ വിശുദ്ധ സഭയുണ്ട്. അല്ലല്ലോ, മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊരു വലിയ പുരുഷാരം കുരുത്തോലയെന്തിരിക്കുക. അവരെ ചേർപ്പാൻ വേണ്ടി യേശു 3.5 വർഷക്കാലത്തിന് മധ്യത്തിൽ വരുമ്പോൾ, അല്ലേ, വരുമ്പോഴാണ് രക്തസാക്ഷികളായ കൂട്ടർ ചേർപ്പോൾ തന്നെ യഹൂദന്മാർ കുത്തിവെങ്കിലേക്ക് നോക്കി അവരും മുദ്രയിട്ട് വേർതിരിക്കപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അവർ മുദ്രയിട്ടെങ്കിലും അവർ ഇതേ ഫ്ലഷിൽ, ഇതേ ശരീരത്തിൽ, ഇതേ പുട്ടും കടലയും കഴിക്കുന്ന ഇതേ, അല്ലേ, വാഗുണ്ട് ഇതേ രൂപത്തിൽ തന്നെയാണ് 1000 ആണ്ടിലേക്ക് കടക്കാൻ പോകുന്നത്. പിന്നീട് അവർ 1000 വർഷം അവർ പെരുകി ഭൂമി മുഴുവൻ നിറയും. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ കർത്താവ് അനുവദിച്ചാൽ ആഴമായ വേറെ ക്ലാസ് ഉണ്ട്. നമുക്ക് ഇത്രയും ജാതികളൊക്കെ ഇത്രയും ദൈവത്തിന്റെ പ്രവർത്തി കണ്ട് 1000 ആണ്ടിൽ കടന്ന് രാജാവായ ക്രിസ്തു ദൈവം അവരുടെ കൂടെ ജീവിച്ച് മഞ്ഞും മഴയും പെയ്ത അനുഗ്രഹങ്ങൾ മാത്രം അനുഭവിച്ചിട്ടും 1000 വർഷം കഴിയുമ്പോൾ അവരുടെ സ്വഭാവം മാറും. സമയം കിട്ടുന്ന ഞാൻ അടുത്ത ദിവസം പറഞ്ഞോളാം. ഇന്നല്ലെങ്കിൽ അടുത്ത ദിവസം ഞാൻ പറഞ്ഞോളാം അതിനെക്കുറിച്ച്. അത്ര എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ഓരോ വാക്യങ്ങളും വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായം 16 മുതൽ 17 വരെ പഠിക്കുമ്പോൾ കർത്താവ് താൻ കാണാതെ പറയാൻ പറ്റുമോ? ആ ഗംഭീരത്തോടു കൂടി പറഞ്ഞു എത്ര പ്രാവശ്യം പറഞ്ഞാലും നമുക്ക് മതിയാകാത്ത വചനമാണ്. ഞങ്ങളുടെ ഹൗസ് ചർച്ചിലൊക്കെ ഞാൻ എപ്പോഴും പ്രത്യേകിച്ച് പറയുന്നത്, ഹൗസ് ചർച്ചിലൊക്കെ ഈ പ്രത്യാശയുടെ വചനം തന്നെ പറഞ്ഞു പഠിക്കണം. ഈ അനുഗ്രഹം പറഞ്ഞു വരുമ്പോൾ പ്രശ്നം അറിയാമോ? കിട്ടാതെ വരുമ്പോൾ നമുക്ക് ടെൻഷനായി, നമ്മൾ ചൂരച്ചുഴിയുടെ അടിയിൽ പോയിരിക്കും, അല്ലേ? ഈ പ്രത്യാശ ഇത് ഒരിക്കലും നഷ്ടമാകത്തില്ല. ഇതിൽ വളരുകയാണെങ്കിൽ ഒന്നും നമുക്ക് നഷ്ടമാകത്തില്ല. ഒരേപോലെ നമുക്ക് നമ്മുടെ മാർഗത്തിൽ നമുക്ക് വളരാൻ കഴിയും. അവിടെ പറയുക, പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘത്തിൽ. ചെറിയ ചെറിയ വാക്യങ്ങളാ. ഞാൻ നിങ്ങൾക്ക് ചെറിയ ചെറിയ വാക്യം കീറി മുറിച്ച തിമോത്തിയോസിനോട് പൗലോസ് പറയുക, അല്ലേ? മലയാളത്തിൽ വേറെ വാക്ക, ഇംഗ്ലീഷിൽ ഡിവൈഡ് ചെയ്ത് പഠിക്കണം. ഓരോ വാക്യം വള്ളിയും പുള്ളിയും ഡിവൈഡ് ചെയ്ത് പഠിക്കണം. എൻ്റെ വാക്കല്ല കേട്ടോ, പൗലോസ് തിമോത്തിയോസിനോട് പറയുന്ന വാക്കാ. തിമോത്തിയോസ് ലേഖനം പഠിച്ചാൽ മലയാളത്തിൽ വേറെ വാക്ക് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ പറയുക ആ ഭാഗമായി വിവിധമായി വേറെ ഇത്തിരി കൂട്ടി പറഞ്ഞേ. അടുത്ത് അത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിലാണ്. ഈ ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖേന അരുളി ചെയ്ത വാക്യം അത് എബ്രായ 1-ാം അധ്യായത്തിലാണ്. തിമോത്തിയോസിനോട് ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ട്, നീ വചനത്തെക്കുറിച്ച് പറയുക. ഇംഗ്ലീഷ് ബൈബിളിൽ അത് ഡിവൈഡ് ചെയ്ത് പഠിക്കാനാണ് പറയുന്നത്. ഓരോ വള്ളിയും പുള്ളിയും ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ എനിക്ക്? ഇല്ലെങ്കിൽ നമ്മൾ വയ്ക്കും, നമ്മളങ്ങനെ പോവും. അവിടെയും കർത്താവ്, അവിടെയും രക്തസാക്ഷികളായ ഗ്രൂപ്പിൽ അവർ നമ്മൾ അതിനെ ഒക്കെ പറയും. എവിടെയൊക്കെ എല്ലാം നമ്മൾ തന്നെയാണ്. നമ്മൾ ഏത് ഗ്രൂപ്പാണെന്ന് എനിക്കറിയത്തില്ലേ? എല്ലാം നമ്മളാ. നിത്യതയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. സ്വർഗീയ സിയോണിലേക്കുള്ള വിളിയുണ്ട്, പുതിയ യെരൂശലേമിലേക്കുള്ള വിളിയുണ്ട്, പുതിയ ഭൂമിയിലേക്കുള്ള വിളിയുണ്ട്. ഒട്ടനവധി വിളികൾ നമുക്കുണ്ട്. നമ്മുടെ ജീവിതം പോലെ ഇരിക്കും, ആഗ്രഹം പോലെ ഇരിക്കുന്നത് ആണല്ലേ? എങ്ങനെ പോകേണ്ടത്? നമുക്ക് ഒന്ന് ടൂർ പോകണമെന്ന് കുറേ ആളായി ചിന്തിക്കുന്നത്, മലയാള സഭയായിട്ട് പോകാം. പക്ഷെ നമുക്കത് പറ്റണില്ലല്ലേ? ഓക്കെ, വിട്ടേക്ക്, അത് പോകാം. അപ്പം എന്തുമാകട്ടെ, കർത്താവ് തൻ മേഘങ്ങളിൽ വന്ന് അവർ എതിരേറ്റുകൊണ്ട് പോകും. മേഘങ്ങളിൽ വാക്ക് ശ്രദ്ധിക്കണമേ. മേഘം താഴെ, കർത്താവ് ആകാശ മേഘത്തിൽ വരും. മേഘം താഴേക്കിറങ്ങി വന്നിട്ട് തൻ്റെ വിശുദ്ധൻ ജയാളികളായ കാന്തയെ ചേർത്തോണ്ട് കണ്ട് മേഘം മുകളിലേക്ക് ഈ BMW കാറ് പോണ പോലെ, നമ്മുടെ രാജീവിൻ്റെ ഓട്ടോ പോകണം അല്ലേ, BMW പോകുന്ന പോലെ നമ്മൾ മേഘത്തിലൊക്കെ എടുത്തുകൊണ്ട് പോകും. സന്തോഷമൊന്നുമില്ല, എന്തെങ്കിലും ആവട്ടെ, ഞാനൊക്കെ പറഞ്ഞെങ്കിൽ തീർക്കാം, നമ്മൾ സമയമായി. എന്നാൽ മറു സൈഡിൽ മത്തായി 24-ാം അധ്യായം 14 വരെ 30 വരെ പഠിക്കുമ്പോൾ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഉരുണ്ടു പോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതിരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്ത് വീഴും, ആകാശ ശക്തികളൊക്കെ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രൻ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിൽ സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട്, ആരാത്? സകല ഗോത്രങ്ങൾ പ്രലാപിച്ചുകൊണ്ട്. ആരാ സകല ഗോത്രങ്ങൾ?
ഹിന്ദു, മുസൽമാൻ, അറബികൾ ആണോ? അല്ല. ഇവിടെ പറയുന്ന വാക്യങ്ങൾ സകല ഗോത്രങ്ങൾ എന്ന് പറയും ഇസ്രായേൽ മക്കളെ കുറിച്ചാ. ഇപ്പോൾ പഠിച്ച വാക്യം എന്താ? കുത്തിയവങ്കിലേക്ക് നോക്കുന്ന കാര്യമാ. ഓക്കെ, ഞാൻ വിടുകയാണ്. സകല ഗോത്രങ്ങളും പ്രലാപിച്ചുകൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടെ ഭക്തിയോടും തേജസ്സോടും കൂടി വരുന്നത് കാണും. എന്നിട്ട് അടുത്ത വാക്യം 31 വാക്യം പറയുക, അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാകളധ്വനിയോടുകൂടി അഴക്കും. അവർ അവരെ, അവൻ്റെ വൃതന്മാരെ, ഏതാ വൃതന്മാർ? കൈവിടപ്പെട്ടു പോയ രക്തസാക്ഷിയായവരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ 4 ദിക്കിൽ നിന്ന് കൂട്ടിച്ചേർക്കും. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ എങ്ങനെയാ? ദൂതന്മാർ ഇറങ്ങി വരികയാണ്. കർത്താവ് മേഘത്തിൽ വരും, മേഘം ഇറങ്ങി താഴെ വരികയില്ല. ചെറിയ ചെറിയ വാക്യങ്ങളാ, പക്ഷേ അത് പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ മഹത്വം അറിയാൻ കഴിയും, നമ്മുടെ വിളിയുടെ മഹത്വം അറിയാം. അപ്പൊ ഇവിടെ പറയുന്നു, ദൂതന്മാർ മഹാകാകളധ്വനിയോട് അഴക്കപ്പെടും. അവർ തൻ്റെ ആ വൃതന്മാരെ ആകാശത്ത് അറുതി മുതൽ അറുതി വരെ കൂട്ടിച്ചേർക്കും. ആരാ കൂട്ടിച്ചേർക്കുന്നത്? ദൂതന്മാരാ. അയ്യോ, ഞാൻ പറഞ്ഞ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ടോ? പോരല്ലേ, എന്തുമാകട്ടെ, ഞാൻ വിട്ടുപോകാം. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തമായ വരവുകളും വ്യത്യസ്തമായ എന്താ പറയുക വിളികളൊക്കെ നമുക്കുണ്ട്. ഞാൻ വിട്ടുപോകുന്നു. ഓക്കെ, നമ്മുടെ സമയം കഴിയാറായി. എസെക്കിയേൽ 38 അധ്യായമൊക്കെ പഠിക്കുമ്പോൾ വടക്കേ അറ്റത്ത് നിന്ന് തന്നെ ഒരു കൂട്ടം ജനങ്ങൾ, ഒരു വലിയ സമൂഹം വരാൻ പോകുന്നുണ്ട്. വടക്കേ അറ്റം ബൈബിൾ വായിക്കുമ്പോൾ വടക്കേ അറ്റം തെക്കേ അറ്റം എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ഒന്നുമല്ല, ഇസ്രായേലിന്റെ ബന്ധത്തിലാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? നമ്മളെക്കുറിച്ചല്ല പറയുന്നത്. എന്ത് വചനം ബൈബിൾ പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ വടക്കേ അറ്റം തെക്കേ അറ്റം എന്നൊക്കെ പറഞ്ഞാൽ അത് ഇസ്രായേലിന്റെ വടക്കേ അറ്റമോ? ആണോ? ഓക്കെ, വിട്ടു പോകുക. എസെക്കിയേൽ 38 അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 9 വാക്യം പറയുക, അല്ലെങ്കിൽ 6 വാക്യം പറയുക, വടക്കേ അറ്റത്തുള്ള തോമർഗാ ഗൃഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. ഒരു വലിയ കൂട്ടം ആൾക്കാർ, അല്ലെങ്കിൽ ഒരു വലിയ കൂട്ടം സമൂഹങ്ങൾ വടക്കേ അറ്റത്ത് നിന്ന് ഇസ്രായേലിന് നേരെ യുദ്ധത്തിന് വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇസ്രായേൽ നേരെ ഈ 7 വർഷ പീഡനകാലത്തിൻ്റെ രണ്ടാമത്തെ പകുതിയുടെ ഒടുവിൽ, അല്ലെങ്കിൽ രണ്ടാമത്തെ പകുതി ആരംഭിക്കുമ്പോൾ തന്നെ ഒരു വലിയ പുരുഷാരം വടക്കേ അറ്റത്ത് നിന്ന് കടന്നു വരികയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവർ വരുന്നതിൻ്റെ അവരുടെ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് പഠിച്ചാൽ നീ 9 വാക്യം പറയുന്നു, നീ മഴക്കോൾ പോലെ കയറി വരും, നീ നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെ പല ജാതികളും മേഘം പോലെ ദേശത്ത് മൂടുവെന്നൊക്കെയാണ്. ഇന്ന് നിങ്ങൾ ഹിസ്റ്ററി എടുത്ത് പഠിച്ചാൽ ഈ നമ്മുടെ റഷ്യ USSRനാണ് അവരുടെ പ്ലെയിനുകളൊക്കെ മേഘം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. വായിച്ചുവാണ് നിങ്ങൾക്ക്, അല്ലേ? ഹിസ്റ്ററി പഠിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. യൂട്യൂബിൽ നോക്കിയാൽ മതി. അവരുടെയൊക്കെ പ്ലെയിനുകൾ, യുദ്ധത്തിൻ്റെ പ്ലെയിനുകൾ, എന്നാൽ യുദ്ധ പ്ലെയിൻ എന്നല്ലേ പറയണം, അല്ലേ? യുദ്ധ പ്ലെയിനുകളൊക്കെ മേഘം പോലെ തോന്നിക്കും നമുക്ക്, പക്ഷേ അത് പ്ലെയിനാ. ആ പ്ലെയിനുകൾ പോകുമ്പോൾ അതിൽ നിന്ന് ബോംബുകൾ വർഷിച്ചുകൊണ്ടാണ് ഇസ്രായേലിനെ തകർക്കുവാൻ ഈ വടക്കേ അറ്റത്ത് നിന്ന് വരുന്ന ഒരു കൂട്ടം ജാതികളുണ്ട്. വിട്ടുപോകാം, നമുക്ക് വലിയ ആഴമായി പഠിക്കേണ്ട ആവശ്യമില്ല. ഇവരെവിടെ നിന്നാണ് വരാൻ പോകുന്നത്? ഇസ്രായേൽ നേരെ യുദ്ധത്തിന് അവരെവിടെ നിന്നാണ് വരാൻ പോകുന്നത്? വടക്കേ, വാക്യം 15 പറയുക, വടക്കേ അറ്റത്ത് നിന്ന് തന്നെ അവർ കടന്നു വരും. ആരാ വടക്കേ അറ്റത്ത് നിന്ന് കിടക്കുന്നത്? നമ്മുടെ ഹിസ്റ്ററി, നമ്മുടെ മാപ്പ് എടുത്ത് പഠിച്ചു നോക്കിയാൽ വടക്കേ അറ്റത്ത് ആരാ ഉള്ളത്? ഇവിടെ ഇസ്രായേലിനെ കുറിച്ച് ആഴമായ വേറെ ക്ലാസ് നമുക്കുണ്ട്, മനോഹരമായ ക്ലാസ് ഉണ്ട്. ചെറിയ റൗണ്ടിൽ കിടക്കുന്നതാണ് ഇസ്രായേൽ മക്കൾ. ശരിക്കും പഴയ നിയമം പഠിച്ചാൽ വടക്കേ ദേശവും തെക്കേ ദേശവും. ഇസ്രായേലിന്റെ തെക്കേ ദേശത്തുള്ളത് ഈജിപ്റ്റാണ്, അറിയാമോ? വടക്കേ ദേശത്ത് കിടക്കുന്ന ആരാന്നറിയാമോ? സിറിയ. തൊട്ട് വടക്കേ ദേശത്ത് കിടക്കുന്ന സിറിയയാണ്. ഇവർ എന്നും നമ്മൾ അടിയ. ഇസ്രായേലിന്റെ ചരിത്രമെടുത്ത് പഠിച്ചാൽ ഏതാണ്ട് ഒരു നിസ്സാര വർഷങ്ങൾ ദാവീദിന്റെ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ശൗലിന്റെ കാലഘട്ടത്തിലും ശലോമോന്റെ കാലഘട്ടം, വളരെ ചുരുക്കം കാലഘട്ടം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 200 പോലും ഇല്ല. അത്രയും വർഷം മാത്രമേ ഇസ്രായേൽ മക്കൾ യുദ്ധം കാണാതെ ജീവിച്ചിട്ടുള്ളൂ. എൻ്റെ വാക്ക് ഓർമ്മ മനസ്സിലാവുന്നുണ്ട്? ഹിസ്റ്ററി പഠിച്ചാൽ മതി നിങ്ങൾക്ക്. വളരെ ചുരുക്കം വർഷം മാത്രം. ബാക്കിയുള്ള എല്ലാ വർഷവും ഈ തെക്കുള്ള ഈജിപ്തും വടക്കുള്ള ഇസ്രായേൽ മക്കൾ നമ്മൾ എന്നും അടിയാം. ഈ നടുവിൽ കിടക്കുന്ന ഇസ്രായേൽ മക്കളുണ്ടല്ലോ, എന്നും ഇവർക്ക് കഷ്ടകാലം എപ്പോൾ നോക്കിയാലും. കാരണം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടാൽ ഇവരിലൂടെ കടന്നു പോകുന്നത്. സിറിയ അല്ലേ വഴക്കുണ്ടാക്കിയാൽ അവരുടെ യുദ്ധം വരുന്നത്, അവരുടെ കോപ്പുകളും ഒക്കെ കടന്നു വരുന്നത് ഈ ഇസ്രായേലിൽ കൂടിയാണ്.
എന്നും ഇസ്രായേലിന് കഷ്ടകാലമാണ്. എന്തുകൊണ്ടാണൊക്കെ വേറെ കാര്യം, കയ്യിരിപ്പോണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് വേറെ കാര്യമാണ്, വിട്ടുപോകുക. എത്ര നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് വടക്ക് സിറിയയും തെക്ക് ഈജിപ്റ്റുമാണ്. പഴയ നിയമത്തിലെ എല്ലാ പ്രവാചകന്മാരുടെ പുസ്തകം പഠിച്ചാലും ഈ രണ്ട് വാക്ക് കാണാൻ കഴിയും: തെക്കേ രാജ്യം, വടക്കേ രാജ്യം. ഇത് രണ്ട് വേറെ ഒന്നുമല്ല. തെക്കേ രാജ്യം ഈജിപ്റ്റ്, വടക്കേ രാജ്യം സിറിയ. എന്നാൽ തൊട്ടു മുമ്പ് വായിച്ച എസെക്കിയേൽ 38-38 അധ്യായമൊക്കെ പഠിച്ചാൽ തേർഡ് വേൾഡ് വാറിനെ കുറിച്ച് പഠിപ്പിക്കും. 40 അധ്യായം വരെ കാണുന്നത് തേർഡ് വേൾഡ് വാറിനെ കുറിച്ചാണ്. അവിടെ പറയുന്നു വടക്കേ അറ്റത്ത് നിന്ന് ഒരു കൂട്ടം ജനങ്ങൾ കടന്നു വരും യുദ്ധത്തിനായി. ആരുടെ നേരെയാ? മനോഹര ദേശത്തിന് നേരെ. അവിടെ ബൈബിളിൽ ഇങ്ങനെ മനോഹര ദേശം ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇസ്രായേലിൻ്റെ വടക്ക് കിടക്കുന്ന ദേശം സിറിയ ആണെങ്കിൽ വടക്കേ അറ്റത്ത് കിടക്കുന്ന ദേശം അത് സിറിയ അല്ല, റഷ്യ. നമുക്ക് എല്ലാവർക്കും ഹിസ്റ്ററി പഠിക്കുന്നവർക്കും നിങ്ങൾ വീട്ടിൽ പോയി തപ്പി നോക്കാൻ കാണാൻ കഴിയും. നേരെ അറ്റത്ത് റഷ്യ. ഹല്ലേലൂയ. റഷ്യ മണിപ്പന്തലിടുമെന്നൊക്കെ ബൈബിളിൽ വേദപുസ്തകം പഠിക്കുക. അവരുടെ സൈനിക ടെൻറ്റുകൾ അതൊക്കെ അത്രയും മനോഹരമായി കൃത്യമായിട്ടാണ് കാര്യങ്ങളൊക്കെ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് റഷ്യയുടെ നേതൃത്വത്തിൽ ഒരുപാട് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഇസ്രായേൽ നേരെ യുദ്ധത്തിന് വരുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. 20 കോടി സൈന്യങ്ങൾ കിഴക്കുന്ന് വരും, യൂഫ്രട്ടീസ് നദിയുടെ വറ്റിച്ചുകൊണ്ട് അകത്തേക്ക് കടന്നു വരും. 2 എതിർക്രിസ്തുവിന്റെ നേതൃത്വത്തിൽ യൂറോപ്യൻ കൺട്രീസിലുള്ള വലിയ കൂട്ട സമൂഹങ്ങളും ഇസ്രായേൽ നേരെ യുദ്ധത്തിന് വരും. അതുമാത്രമല്ല, ഇസ്രായേലിന് വടക്കേ അറ്റത്ത് കിടക്കുന്ന റഷ്യ, അവൻ ഈ തൂവൽ ഗോഗ് എന്നൊക്കെ പറയുന്ന ഒരു വലിയ പുരുഷാരമുണ്ട് അല്ലേ? നേരത്തെ വാക്കുകളൊക്കെ ഒരു മഹാപുരുഷാരം. നിന്നോടുകൂടെ വരുന്ന പല ജാതികളും ഏതൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് എപ്പോഴും സമയം വലിയ ചിന്തിക്കാം. അത്രയും വലിയ ജാതികൾ ഉൾപ്പെടെ അവരും എങ്ങോട്ട് കടന്നു വരും? ഇസ്രായേലിന്റെ മെതിക താഴ്വര അല്ലെങ്കിൽ യഹോശാഫ് താഴ്വരയിലേക്ക് അവർ കടന്നു വരും. അപ്പൊ ഏതാണ്ട് ഭൂമിയിലെ നല്ലൊരു ശതമാനം ആൾക്കാരും ജാതികളും ഇസ്രായേൽ നേരെ യുദ്ധത്തിന് മെതിഗോ താഴ്വര അല്ലെങ്കിൽ യഹോശാഫ് താഴ്വരയിലേക്ക് കടന്നു വരും. അപ്പോഴാണ് 3.5 വർഷക്കാലത്തിന് ഒടുവിലാണ് കർത്താവ് തൻ്റെ വിശുദ്ധന്മാരുമായിട്ട്, ഇവിടെ ആരുമില്ല പോട്ടെ, വിശുദ്ധന്മാരുമായിട്ട് വീണ്ടും ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോൾ ഒറ്റ ശ്വാസത്താൽ ആ ജനത്തെ ന്യായം വിധിക്കുമെന്ന മത്തായി 24 അധ്യായത്തിൽ വായിച്ചില്ലേ? അന്ന് ത്രോണോസ് എന്ന് പറയുന്ന ഒരു സിംഹാസനത്തെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ജാതികൾ ന്യായം വിധിക്കുന്ന ന്യായവിധി. അങ്ങനെ അവിടെ വെച്ച് സകലരെയും ദൈവം ന്യായം വിധിച്ച് കൊന്നുകളയും. അന്ന് ആകെ ജീവനോടുള്ളത് ഈ 144,000 പേര് യഹൂദന്മാരെന്ന് വേർതിരിച്ചു മാറ്റിയ 144,000 പേരും ഒരു യഹൂദന്റെ തൊങ്ങലെ പിടിച്ച് കിടക്കുന്ന 10 ജാതികളും മാത്രം. അവർ ഈ ശരീരത്തിൽ അവർ 1000 ആണ്ടിലേക്ക് കടന്നു വരും. എനിക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് എവിടെയാ? എവിടെ വന്ന് നിൽക്കുന്നത്? തേർഡ് വേൾഡ് വാർ. നിത്യത മുതൽ നിത്യത വരെ എന്ന ക്ലാസ്സാണ് പഠിക്കുന്നത്. അത് ഓർമ്മയുണ്ടല്ലോ. കഴിഞ്ഞ 5-6 മാസമായി നിത്യത മുതൽ നിത്യത വരെയുള്ള ദൈവത്തിൻ്റെ പ്രൊജക്റ്റ് എന്താണെന്ന് അല്പമായിട്ട് ചിന്തിക്കുക. ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഈ വരാൻ പോകുന്ന 7 വർഷ പീഡനകാലത്തിൻ്റെ ഒടുവിൽ വരെയാണ്, തേർഡ് വേൾഡ് വാർ വരെ അല്ലേ?